ഹരി ഓം. 13-ാം അധ്യായം ചൊല്ലാം ഒരുമിച്ച്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ത്രയോദശോऽധ്യായഃ. ക്ഷേത്രജ്ഞവിഭാഗയോഗഃ. അർജുന ഉവാച. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ശ്രീഭഗവാനുവാച. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഏതദ്യോ വേത്തി തം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രജ്ഞയോർജ്ഞാനം ഏത്തജ്ഞാനം മദം മമ. തത്ക്ഷേത്രം യച്ഛയാമൃശ്ച യദ്വികാരി യദശ്ച യദ സ ച യോ യപ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. ഋഷഭിർജബുധാ ഗീതം ശംഭോഭിർവിവിധൈ പൃഥഗ് ബ്രഹ്മസൂത്രപदैश्चैव हेतुमद्भिर्विनिश्चितैः. महाभूतान्यहङ्कार बुद्धिरव्यक्तमेव च इन्द्रियाणि दशैकं च पञ्चचेन्द्रियगोचराः. इच्छा द्वेष सुखं दुःखं संघातश्चेतना धृतिः. एतत्क्षेत्रं समासेन सविहारमुदाहृतम्. अमानित्वमदम्भित्वम् अहिंसा क्षान्तिरार्जवम् आचार्योपासनं शौचं स्थैर्यमात्मविनिग्रहः. इन्द्रियार्थेषु वैराग्यम् अनहङ्कार एव च. जन्म मृत्यु जरा व्याधि दुःख दोषानुदर्शनम् असक्तिरनभिषङ्गा पुत्रद्वार गृहादिषु. नित्यं च समचित्तत्वम् इष्टानिष्टोपपत्तिषु. अज्ञानं यतोऽन्यः ज्ञेयं यत्सर्वप्रवक्ष्यामि यज्ञात्वामृतमश्नुते. अनादिमत्परं ब्रह्म न सत्यं न सदुच्यते. सर्वतः पाणिपादं तत् सर्वतोऽशिरोमुखम्. सर्वतः श्रुतिमल्लोके सर्वमावृत्य तिष्ठति. सर्वेन्द्रियगुणाभासं सर्वेन्द्रियविवर्जितम्. असक्तं सर्वभृक्षैव निर्गुणं गुणभोक्तृ. बहिरन्तश्च भूतानाम् अचरं चरमेव च. सूक्ष्मत्वात् प्रविज्ञेन स्थूलस्थं चादिकेशवत्. अविभक्तं च भूतेषु विभक्तमिव च स्थिरम्. भूतभर्तृ च तज्ज्ञेयम् विशिष्टोऽप्रभविष्णुः. ज्योतिषामृतज्योतिः तमसः परमुच्यते. ज्ञानं ज्ञेयं ज्ञानगम्यं हृदि सर्वस्य विष्टिरम्. इति क्षेत्रं तथा ज्ञानं ज्ञेयं प्रोक्तं समासदा. मद्भक्तये तद्विज्ञाय मद्भावयो वर्तते. प्रकृतिं पुरुषं चैव
भूते प्रकृतिदान् गुणान् कारणं गुणसङ्गोऽस्य सरसत्यो निजन्मसु पुनर्दृष्टानुमन्दाश्च भर्ता भोक्ता महेश्वरः परमात्मेति चाप्युक्तो देहेऽस्मिन् पुरुषः परः प्रकृतिं च गुणैः सह सर्वदा वर्तमानोऽपि न स भूयोऽपि जायते ज्ञानेन आत्मनि पश्यति। നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ജദത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരോൻ സന്തതമാനതോസ്മി ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി എം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്നന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതഗതേന മനസാ പശ്യന്തി യം യോഗിനോ പശ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ. ഈശ്വര ദർശനം ഏതെങ്കിലും ഒരു പുതിയ രൂപത്തിലുള്ള ദർശനമല്ല, എന്തെങ്കിലും ഒന്നിനെ പുതുതായിട്ട് കാണലുമല്ല. ഭഗവത് ദർശനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വീക്ഷണമാണ്. ഇതേ ലോകം, ഇതേ വ്യവസ്ഥിതികള്, ഇതേ സാഹചര്യം, പക്ഷെ അവയൊക്കെ അഹങ്കാരരഹിതമായി വീക്ഷിക്കുവാൻ സാധിക്കുക. ഇന്ന് നാം കാണുന്നത് നമ്മുടെ ഇഷ്ടാനുഷ്ഠാനങ്ങള്, നമ്മുടെ പൂർവജന്മ സംസ്കാരത്തിന്റെ സ്വഭാവം, ഇതൊക്കെ കൂട്ടിക്കലർത്തിയിട്ടാണ്. അതുകൊണ്ട് ഏത് കാര്യത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ടുള്ള അതൊരു എന്താ പറയാ പരിമിതമായ വീക്ഷണമാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഒരു സമഗ്രമായിട്ട് നോക്കിക്കാണലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പുതുതായിട്ട് ഒന്നിനെയും കാണുന്നില്ല, പക്ഷെ എല്ലാത്തിനെയും ഒന്ന് പുതിയ രൂപത്തിൽ കാണുകയാണ്. അതാണ് ഈശ്വര ദർശനം. ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, ഒരു ലോക്കൽ ബോഡി മെമ്പർ, പഞ്ചായത്ത് മെമ്പർ ഓഫ് പഞ്ചായത്ത് MP ആണ്. അപ്പോ അയാൾ ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു വാർഡ് ഉണ്ടാവും അല്ലേ? അയാളുടെ ഉൾപ്പെടുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും പഞ്ചായത്ത് ആയാലും ഒരു വാർഡ് പരമാവധി 250-500 വീടുണ്ടാവും. അത്രയും മെമ്പർമാരെ മാത്രമാണ് അയാൾ അറിഞ്ഞാൽ മതി. അവരുടെ പ്രശ്നങ്ങൾ ലോക്കൽ ബോഡിയിൽ അവതരിപ്പിക്കുകയാണ് അയാളുടെ ഉത്തരവാദിത്വം. ഇനി അവരെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി, തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരൊക്കെ മീറ്റിംഗ് കൂടി ഇദ്ദേഹത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാനായി കോർപ്പറേഷൻ മേയറായിട്ട് തിരഞ്ഞെടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈ വെറും മെമ്പറായിരുന്ന ആളുടെ വീക്ഷണമാണോ ഈ പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ മേയറോ ആയിട്ടുള്ളത്? അല്ല, അയാളുടെ വീക്ഷണം മാറുന്നല്ലേ. നേരത്തെ ഒരു വാർഡിന്റെ മാത്രം റെപ്രസെന്റേഷൻ ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആ കോർപ്പറേഷന്റെ മുഴുവൻ, അത് മുഴുവൻ തന്റെ അല്ലേ? അവിടെ 40 വാർഡുണ്ട്, 50 വാർഡുണ്ടെങ്കിൽ അത് മുഴുവൻ തന്റെ ജനങ്ങളാണ്. അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ 10 വാർഡുണ്ടെങ്കിൽ അത് മുഴുവൻ തന്റെ ജനങ്ങളാണ്.
വീക്ഷണം മാറിയില്ലേ? ആള് മാറിയോ? ഇല്ല. സാഹചര്യം മാറിയോ? ഇല്ല. പക്ഷേ തന്റെ വീക്ഷണം മാറി. നേരത്തെ ഒരു ചെറിയ വാർഡാണെങ്കിൽ ഇപ്പോൾ അതിനെ മുഴുവൻ ഒന്നായിട്ട് കാണാനുള്ള ഒന്ന്. കാലം കുറെ കഴിഞ്ഞു, നിയമസഭാ ഇലക്ഷൻ വന്നു. അപ്പോ ഓരോ ജാതിക്കുമാണല്ലോ വാർഡ് വീതം വെക്കുക അല്ലേ? പാർട്ടിക്കാരൊക്കെ ഇങ്ങനെ വീതം വെക്കുക. അങ്ങനെ വന്നപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസിൽ മത്സരിക്കാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആൾ നോക്കിയപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? അയാളെ പിടിച്ച് MLA ആക്കി മത്സരിക്കാം, നിയമസഭയിലേക്ക് മത്സരിച്ചു. അയാൾ അവിടെ ജയിച്ചു. അപ്പോഴോ ഒരു 10ഓ 12ഓ പഞ്ചായത്ത് കൂടുന്നതാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. വീണ്ടും അയാളുടെ വീക്ഷണം മാറുന്നു. ഇപ്പൊ ഒരു പഞ്ചായത്തല്ല, കുറെ പഞ്ചായത്തുകളുടെ റെപ്രസെന്റേഷനാണ്. മന്ത്രിസഭ രൂപീകരിച്ചു, ഇയാള് മന്ത്രിയായി. അപ്പോഴോ ഇനി കോൺസ്റ്റിറ്റ്യുവൻസി മാത്രം പോരാ, സ്റ്റേറ്റിന്റെ മുഴുവൻ ആളാണല്ലേ? വീക്ഷണം പിന്നെ മാറിയില്ലേ? ആള് മാറിയോ? ഒന്നുമില്ല. സാഹചര്യം മാറിയോ? ഇല്ല. പക്ഷേ അയാളുടെ മനോഭാവം മാറി. ലോക്സഭാ ഇലക്ഷൻ വന്നു, പിന്നെ ആള് തപ്പി. അവിടെ ഇതുപോലെയാണ് വൈദ്യമക്കൾ കാണുന്നു അല്ലെ? ഇപ്പൊ കേരളത്തിലൊക്കെ ഉണ്ടല്ലേ MLA മാര് വീണ്ടും മത്സരിക്കുന്നു, മന്ത്രിമാര് മത്സരിക്കുന്നു ഒക്കെ കാണുന്നുണ്ടല്ലേ? അങ്ങനെ അയാളെ ലോക്സഭയിലേക്ക് മത്സരിച്ചു, MP ആയി. വീക്ഷണം പിന്നെയും മാറുന്നു. നേരത്തെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ മുഴുവനാണെങ്കിൽ ഇപ്പോ ഒരു 10-15 കോൺസ്റ്റിറ്റ്യുവൻസി ചേരുന്നതാണ് ഒരു ലോക്സഭാ മണ്ഡലം അല്ലേ? അപ്പോ വീക്ഷണം പിന്നെയും മാറുന്നു. ഇനി ഇയാളൊരു സെൻട്രൽ മിനിസ്റ്റർ ആയാലോ? ഇപ്പൊ ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരുന്നു, പക്ഷെ സെൻട്രൽ മിനിസ്റ്റർ ആയപ്പോ വീണ്ടും വീക്ഷണം മാറുന്നു. രാജ്യത്തിലെ എല്ലാ ജനങ്ങളും തന്റെ ആളാണ് അല്ലേ? വീണ്ടും വീക്ഷണം മാറുന്നു. പക്ഷെ ആള് മാറുന്നില്ല. ഇനി എന്തെങ്കിലും ലോട്ടറി അടിച്ചാൽ പ്രധാനമന്ത്രിയായാലോ? പിന്നെ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ആളായില്ലേ? വീക്ഷണം വലിയതായിട്ട് മാറിയിരിക്കുന്നു. നേരത്തെ ഒരു ചെറിയതാണെങ്കിൽ ഇവ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ തന്റെ ജനങ്ങളാണ്. പക്ഷെ ആള് മാറിയിട്ടില്ല, വേറെ ഒന്നും മാറിയിട്ടില്ല, വീക്ഷണങ്ങളാണ്. ഇത് തന്നെയാണ് ഈ ഈശ്വര ദർശനം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ മാത്രം കണ്ടു, തന്റെ കുടുംബം തന്റെ ആളെന്ന് മാത്രം കണ്ട ആളൊന്നും മാറിയിട്ടില്ല. പക്ഷെ എല്ലാത്തിനെയും, അതൊരു രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ, പക്ഷികളായാലും മൃഗങ്ങളായാലും സസ്യങ്ങൾ എല്ലാത്തിനെയും സമഗ്രമായിട്ട് തന്റെ തന്നെ സ്വരൂപം, കാരണം എല്ലാത്തിനെയും ഈശ്വരനെ കാണുന്നത് അല്ലേ? ആ വീക്ഷണം മാറുന്നതിനെയാണ് വിശാല വീക്ഷണം. അപ്പോ ഭഗവത് ദർശനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള നമ്മുടെ അഹങ്കാരത്തിന്റെ നിരാസമാണ്. അഹങ്കാരത്തിന്റെ നിരാസമാവുമ്പോൾ സമസ്ത ജീവജാലങ്ങളും നമ്മൾ തന്നെയാണെന്ന് തോന്നും. അവയെ നിങ്ങൾ സ്നേഹിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ തന്നെയാണല്ലേ? നമ്മളെ സ്നേഹിക്കുന്നില്ലേ? നമ്മുടെ പല്ലും നഖവും എല്ലാം നമ്മുടെ തന്നെയാണല്ലേ? വ്യത്യസ്തമായിട്ടില്ല. അത് മനുഷ്യൻ തന്നെ ആവണമെന്നുമില്ല, ജന്തുക്കളാവാം, നായ്ക്കളാവാം, പൂച്ചയാവാം, പക്ഷികളാവാം, മൃഗങ്ങളാവാം. അപ്പൊ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതായ വിഷയങ്ങള് പ്രകൃതിയും പുരുഷനും, പ്രകൃതിയും പുരുഷം ചെയ്വ വിദ്ധിനാഭി ഉപാവപി. അപ്പൊ ഇത് രണ്ടും അനാദിയാണ്, അനാദിയായിട്ട് തുടരുന്നു എന്ന് ആരംഭിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ വികാരാംശ ഗുണാംശൈവ വിദ്ധി പ്രകൃതി സംഭവാൻ, എല്ലാ മാറ്റങ്ങളും പ്രകൃതിയുടെ സ്വഭാവവും അതിൻ്റെ ആധാരമായി തീരുന്നത് പുരുഷന്റെ സ്വഭാവവും. നമ്മളും നമ്മുടെ നിഴലും പോലെ, അത് എന്നും ഒരുപോലെ അല്ലേ? നമ്മളോളത്തോളം കാലം നിഴലുണ്ടാവും. നമ്മളെ ആശ്രയിച്ചാണ് നിഴല് നിൽക്കുന്നത്. കാരണ കർത്തൃത്വേ ഹേതു പ്രകൃതി രുച്യതേ. കാര്യകാരണങ്ങളുടെ ശൃംഖലയാണ് ലോകം. ഇവിടെ പലതരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ സസ്യത്തിനും, ഓരോ മൃഗത്തിനും, പക്ഷിക്കും, മനുഷ്യനുമൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഒരു സസ്യത്തിൽ നിന്നും അതേ സസ്യം മാത്രമേ പുനർജനിക്കുകയുള്ളൂ അല്ലേ? ഒരു ഏത്തവാഴയുടെ വിത്ത് കൊണ്ട് വെച്ചാൽ അതിൻ്റെ അന്ന് പാളയംകോടന്റെ പഴം ഉണ്ടായി വരില്ല, അത് തന്നെ ഉണ്ടാവുള്ളൂ. കാരണങ്ങളുടെ ഒരു ശൃംഖലയാണ് ഈ പ്രപഞ്ചം.
അതിന്റെ മുഴുവൻ കാരണമാണ് ഈ ശരീരം. അപ്പോ എല്ലാത്തിന്റെ ഹേതു പ്രകൃതി രുച്യതി. അപ്പൊ നമുക്ക് ഈ കാര്യകാരണങ്ങളെ ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഋഷീശ്വരന്മാര് അവരെ നിരീക്ഷണങ്ങളിലും പരീക്ഷണങ്ങളിലും ഒക്കെ 4 നിഗമനങ്ങളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കാര്യകാരണത്തെ സംബന്ധിച്ച്. ഒന്ന്, ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവനും ഒരിക്കലും ഒരു കാരണം ഇല്ലാതെ ഉണ്ടാവുകയില്ല. എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു കാരണം ഉണ്ട്. ഞാൻ അവസാനം ചോദിക്കും, പറയണേ ഈ 4. അപ്പൊ എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു കാരണം ഉണ്ട്. ഒന്നാമത്തെ നിഗമനം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാണുന്ന പ്രപഞ്ചം ഒരു കാരണം ഇല്ലാതെ ഉണ്ടാവുകയില്ല. ഒരു വൃക്ഷത്തിന് അതിൻ്റെതായ വിത്ത് കാരണമാണ്. ഒരു പക്ഷിക്ക് അതിൻ്റെ മുട്ട കാരണമാണ്. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ കാരണമാണ്. ഇപ്പൊ ഈ ഗീതാജ്ഞാന യജ്ഞം ഇവിടെ നടക്കണമെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്, അല്ലേ? കുറേ നാളുകൾക്ക് മുമ്പ് ശിവൻ പിള്ളജി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറെ ഡിസ്കസ് ചെയ്തു, പിന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു, പിന്നെ മിഷനുമായിട്ട് ചർച്ച ചെയ്തു, നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുറെ ആലോചനയും കാര്യങ്ങളും അതിന്റെ പിന്നിൽ കുറെ ആൾക്കാർ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളിവിടെ ഇരിക്കുന്നത്, അല്ലേ? ഒരു കാരണം, അപ്പോഴേ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു സംഭവവും കാരണമില്ലാതെ ഉണ്ടാവുകയില്ല. ഇതാണ് ആദ്യത്തെ നിഗമനം. കാരണമില്ലാതെ കാര്യം ഉണ്ടാവുകയില്ല. വീണ്ടും അവർ പല വിധത്തിലുള്ള വിചിന്തനം ചെയ്തതിന്റെ ഫലമായി രണ്ടാമത്തെ നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതായത് കാരണത്തിൽ നിന്നും കാര്യം ഉത്ഭവിക്കുമ്പോൾ കാരണം തന്നെയാണ് കാര്യമായിട്ട് മാറുന്നത്, രൂപാന്തരപ്പെടുന്നത്. കാരണത്തിൽ നിന്നും കാര്യം ഉത്ഭവിക്കുമ്പോൾ ഈ കാരണം തന്നെയാണ് കാര്യമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതായത് സ്വർണമായ കാരണത്തിൽ നിന്നും സ്വർണ ആഭരണങ്ങൾ ഉണ്ടാക്കിയാൽ കാരണമായ സ്വർണം തന്നെയാണ് കാര്യമായ വളയും മാലയും മോതിരവും ഒക്കെ ആയിട്ട് മാറുന്നത്. എല്ലാ ആഭരണങ്ങൾക്കും ഓരോ ഉപയോഗവും ഓരോ പേരുമാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആരും കാര്യത്തെ കാണില്ല, കാരണത്തെ മാത്രമേ കാണുള്ളൂ, അല്ലേ? ഈ സ്വർണം എത്ര പവനുണ്ടെന്നേ നോക്കുള്ളൂ. ഈ മാല, ഈ മോതിരം, ഇതൊന്നും അല്ല നോക്കുന്നത്. അതിന്റെ തൂക്കവും അളവും മാത്രമേ നോക്കൂ, കാരണം നോക്കുന്നു. അപ്പോ കാരണം തന്നെയാണ് കാര്യമായിട്ട് മാറുന്നത്. ഏത് വിത്തിൽ നിന്നാണോ വൃക്ഷമുണ്ടായത് അതേ വിത്തിന്റെ സ്വഭാവം വൃക്ഷത്തിനുണ്ടാവും. മണ്ണിൽ നിന്നും മൺപാത്രങ്ങൾ ഉണ്ടാവുമ്പോൾ മണ്ണ് തന്നെയാണ് മൺപാത്രമായി മാറുന്നത്. കടലിൽ നിന്നും തിരമാലകൾ ഉണ്ടാവുമ്പോൾ കടൽ തന്നെയാണ് തിരമാലയായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ 2 നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തത്, കാരണം ഇല്ലാതെ കാര്യം ഉണ്ടാവില്ല. രണ്ടാമത്തെ നിഗമനം, കാരണത്തിൽ നിന്നും കാര്യം ഉത്ഭവിക്കുമ്പോൾ കാരണം തന്നെയാണ് കാര്യമായിട്ട് മാറുന്നത്. 2 ഉറച്ചല്ലോ, അല്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ നിഗമനത്തിലേക്ക് പോകാം. അപ്പൊ വീണ്ടും ഒരു ആലോചിച്ച് വസ്തുനിഷ്ഠമായ വിചിന്തനമൊക്കെ ചെയ്തപ്പോൾ ഈ കാര്യത്തിൽ നിന്നും കാരണത്തെ എടുത്തു മാറ്റിയാൽ പിന്നെ കാര്യത്തിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. അപ്പോ കാര്യത്തിൽ നിന്നും കാരണത്തെ എടുത്തു മാറ്റിയാൽ കാര്യത്തിന് പിന്നെ നിലനിൽപ്പില്ല. മൺപാത്രത്തിൽ നിന്നും മണ്ണിനെ എടുത്തു മാറ്റിയാൽ പിന്നെ പാത്രമില്ല. തിരമാലയിൽ നിന്നും കടലിനെ അല്ലെങ്കിൽ ജലത്തെ എടുത്തു മാറ്റിയാൽ പിന്നെ തിരമാലയില്ല.
ആഭരണത്തിൽ നിന്നും അതിന്റെ കാരണത്തെ മാറ്റിയാൽ പിന്നെ ആഭരണത്തിൽ നിലനിൽപ്പില്ല. അപ്പോ കാര്യത്തിൽ നിന്നും കാരണത്തെ എടുത്തു മാറ്റിയാൽ കാര്യത്തിന് നിലനിൽപ്പില്ല. മൂന്നാമത്തെ നിഗമനം. അങ്ങനെ അവർ 3 നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതിന്റെ വെളിച്ചത്തിൽ പിന്നീട് അവര് വിചിന്തനം 4ാമത്തെ നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതിലെത്തിച്ചേർന്നപ്പോൾ അവർ സന്തോഷം കൊണ്ട് മതിമറന്നു. എന്താണ്? ആഹ്ലാദം കൊണ്ട് ചില വാക്കുകളൊക്കെ പുറപ്പെടുവിച്ചു. എന്താ വാക്കുകള്? വേദാഹമേദം പുരുഷം മഹാന്തം. ഈ മഹത്തായ പുരുഷനെ നാം കണ്ടു, ഈശ്വരനെ ദർശിച്ചു. ഒരിക്കലും അവസാനിക്കാത്തതായ അനന്തമായ ദേവതയെ ഈ അന്തമുള്ള ദേഹത്തിൽ നാം കണ്ടു. അതാണ് 4ാമത്തെ നിഗമനം. എന്തായിരിക്കും അത്? കാരണം കാര്യത്തിൽ സർവത്ര നിറഞ്ഞിരിക്കുന്നു. 4ാമത്തെ നിഗമനം കാരണം കാര്യത്തിൽ സർവത്ര നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ 4 നിഗമനം. നമുക്കൊന്നുകൂടെ ഓർമ്മ പുതുക്കാം. ഒന്നാമത്തത്, കാരണം ഇല്ലാതെ കാര്യം ഉണ്ടാവില്ല. രണ്ടാമത്തത്, കാരണത്തിൽ നിന്നും കാര്യം ഉത്ഭവിക്കുമ്പോൾ കാരണം തന്നെയാണ് കാര്യമായിട്ട് മാറുന്നത്. മൂന്നാമത്തെ നിഗമനം, കാര്യത്തിൽ നിന്നും കാരണത്തെ എടുത്തു മാറ്റിയാൽ കാര്യത്തിന് നിലനിൽപ്പില്ല. 4ാമത്തെ നിഗമനം, കാരണം കാര്യത്തിൽ സർവത്ര നിറഞ്ഞിരിക്കുന്നു. കാരണം തന്നെയാണ് കാര്യം. ഈ 4 നിഗമനം ഇത് നമ്മൾ ശാസ്ത്രം എപ്പം പഠിച്ചാലും നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഇത് തന്നെയുണ്ട്, ഒരു മാറ്റം ഉണ്ടാവില്ല. അത്രമാത്രം യുക്തിഭദ്രമാണ് ഈ വാദങ്ങൾ. അപ്പോ ഇവ സത്യമാണെങ്കിൽ ഈ വിശാലമായ ലോകം നാം കാണുന്നു. അനവധി പ്രതിഭാസങ്ങളോട് കൂടിയത്, വ്യത്യസ്തങ്ങളായ സംഭവ നിരകളോട് കൂടിയത്. ഇതാരും നമ്മൾ സൃഷ്ടിച്ചതല്ല. ഈ ശരീരമടക്കം ഇത്രയും വിശാലമായ ഈ മഹത് ഭവനം, ഈ വിശ്വമാകുന്നതായ ഭവനം ഒരിക്കലും ഒരു കാരണമില്ലാതുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജഗത്തിനൊരു കാരണമുണ്ട്. അത് നമ്മൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ, അല്ലേ? ഭൗതികവാദികളൊക്കെ എന്താ പറയുക? കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. അവര് ലോകത്തൊക്കെ വിശ്വസിക്കാം, പക്ഷെ ഇതിനൊരു കാരണം വിശ്വസിക്കാൻ പറ്റില്ല. നോക്കൂ, ഒരു ഇടിമുഴക്കം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നടുങ്ങൂല്ലേ? അപ്പൊ ഇടിനാദം സത്യമാണെങ്കിൽ ആ ഇടിനാദം ഉദ്ഘാടനം ചെയ്തയാള് അതിനേക്കാളും സത്യമായില്ലേ? അപ്പൊ കാര്യം വാസ്തവമായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ വാസ്തവമായ ഒരു സത്യം, ഒരു കാരണം ഉണ്ടാവും. അത് നമ്മൾ വിശ്വസിക്കണ്ടേ? അപ്പൊ ജനനവും മരണവും നാം വിശ്വസിക്കുകയാണോ? മാനവും അപമാനവും നാം വിശ്വസിക്കുകയാണോ? അതൊക്കെ സത്യമല്ലേ വ്യാവഹാരിക തലത്തില്? അതൊക്കെ സത്യമാണെങ്കിൽ അതിന്റെ കാരണം അതിനേക്കാളും സത്യമാകും. ഇതാണ് കാരണം. അപ്പൊ ഈ കാരണത്തിൽ നിന്നും കാര്യം ഉത്ഭവിക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് കാര്യമായിട്ട് തീരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്നത് മുഴുവൻ എന്താണ്? പർവ്വതങ്ങൾ എന്താണ്? സാഗരം എന്താണ്? ആകാശം എന്താണ്? സൂര്യൻ എന്താണ്? നക്ഷത്രങ്ങൾ എന്താണ്? ഫലങ്ങൾ എന്താണ്? നിറങ്ങൾ എന്താണ്? അദ്ദേഹം തന്നെ. കാരണത്തിൽ നിന്നും കാര്യം ഉത്ഭവിക്കുമ്പോൾ
അദ്ദേഹം തന്നെയാണ് കാര്യമായി രൂപാന്തരം പ്രാപിച്ചത്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ നിഗമനം എന്താണ്? കാര്യത്തിൽ നിന്നും കാരണത്തെ എടുത്തു മാറ്റിയാൽ കാര്യത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ നിലനിർത്തുന്നതായ ആ ഉണ്മയെ, അസ്തിത്വത്തെ എടുത്തു മാറ്റിയാൽ പിന്നെ നമ്മളിവിടെ നിലനിൽക്കുമോ? ഒന്നാമത് എടുത്തു മാറ്റാൻ പറ്റില്ല. എടുത്തു മാറ്റിയാൽ നമുക്ക് പിന്നെ നിലനിൽപ്പില്ല. അതിനാൽ കാരണം തന്നെയാണ് കാര്യമായിട്ട് മാറുന്നത്. കാരണം കാര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിനാൽ എവിടെയാണ് ജഗത്തിന്റെ കാരണം? ഉത്തരം എവിടെയാണോ ജഗത്ത് ഇല്ലാത്തത് എന്ന് നോക്കിയാൽ മതി. അപ്പൊ നമ്മളും ഈശ്വരനും തമ്മിലുള്ള ദൂരം എത്ര ഉണ്ടാവും? കാര്യവും കാരണവും തമ്മിലുള്ള ദൂരം എത്രയുണ്ടോ അത്രയുണ്ട്. നമ്മളും ഈശ്വരനും തമ്മിലുള്ള ദൂരം എന്ന് വെച്ചാൽ മൺപാത്രവും മണ്ണും തമ്മിൽ എത്ര ദൂരമുണ്ടോ, തിരയും സമുദ്രവും തമ്മിൽ എത്ര ദൂരമുണ്ടോ, സ്വർണ്ണാഭരണവും സ്വർണവും തമ്മിൽ എത്ര ദൂരമുണ്ടോ, അത്രയും ദൂരമാണ് നമ്മളും ഈശ്വരനും തമ്മിലുള്ളത്. ദൂരമുണ്ടോ? കാരണം തന്നെയാണ് കാര്യം. അപ്പോൾ ആരെയാണോ നാം തിരയുന്നത്, പുറത്തല്ല തരേണ്ടതല്ലേ? ഭക്ത ഭുക്ത മഹേശ്വര ദേഹേസ്മിൻ പുരുഷപ്പര. ഈ മിന്നി മറയുന്നതായ ഈ ശരീരത്തില് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ലോകത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. വളരെ ശക്തമായൊരു പദമാണ് ദേഹേസ്മിൻ പുരുഷപ്പര. ഉപദ്രഷ്ട. അദ്ദേഹം നമുക്ക് ഒരു വിധത്തിലും അദ്ദേഹത്തെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല. ഉപദ്രഷ്ട. അടുത്തിരുന്ന് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒളി ക്യാമറയുമായിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുകയാണ്. നമ്മുടെ ഓരോ ചലനവും രേഖപ്പെടുത്തിക്കൊണ്ട്. അതുകൊണ്ടാണ് ചിത്രഗുപ്തൻ എന്ന് വിളിക്കുന്നത് അല്ലേ? രഹസ്യമായിട്ട് ചിത്രം എടുക്കുന്നയാളാണ്. ഈ മോഡേൺ ഡിസ്ക് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. ഓരോന്നിന്റെയും സമയമാവുമ്പം പ്രദർശിപ്പിക്കും. ഇതാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ അനുഭവത്തിനും ഒരു കാരണമുണ്ട്. അത് നിങ്ങൾക്കറിയില്ല, അദ്ദേഹത്തിനറിയാം. നിങ്ങൾ ഇപ്പോഴത്തുള്ള ജന്മവും ഇതിനു മുമ്പുള്ള ജന്മവും ഇനി ഇത് കഴിഞ്ഞ എന്ത് ജന്മം വേണം, ഇതൊക്കെ അദ്ദേഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ CCTV ക്യാമറ വെച്ചിട്ട് നോക്കിയിരിക്കുകയല്ലേ, ഓരോ ചലനവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അനുമന്ത. നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും അനുമതി നൽകുന്നു. ഭർത്ത. സമസ്തത്തിനെയും ഭരിക്കുന്നു. ഭോക്ത. എല്ലാത്തിനെയും അനുഭവിക്കുന്നു. മഹേശ്വര. അങ്ങനെ എല്ലാത്തിൻ്റെയും അധിപനായിട്ടുള്ള ഭഗവാൻ പരമാത്മേതി ചാപ്യുക്ത. അദ്ദേഹത്തെ പരമാത്മാവ് എന്ന് പറയുന്നു. ദേഹേസ്മിൻ പുരുഷപ്പര. അദ്ദേഹം ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ നിമിഷം നമുക്ക് അദ്ദേഹവുമായിട്ട് താദാത്മ്യം പ്രാപിക്കാം. തുടർന്ന് യേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവദാ വർത്തമാനോപി നസ ഭൂയോഭിജായതേ. ഇപ്രകാരം പുരുഷനെയും അതുപോലെ ഗുണങ്ങളോട് കൂടിയ പ്രകൃതിയെയും ആരാണോ അറിയുന്നത്, അവൻ എങ്ങനെ ഇരുന്നാലും വീണ്ടും ജനിക്കേണ്ടി വരുന്നില്ല. ഈ പുരുഷനെയും പ്രകൃതിയെയും ബോധ്യമായ ആൾക്കല്ലേ, അങ്ങനെ എത്തിയ ഒരാളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ജീവൻ മുക്ത മഹാത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച്, അദ്ദേഹം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അദ്ദേഹം എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ അനുസരിക്കണം, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സർവതന്ത്ര സ്വതന്ത്രനാണ് അദ്ദേഹം. വല്ലാത്തൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നയാളാണ്.
ആ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാല്. തുടർന്ന് 25-ാമത്തെ ശ്ലോകം. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. കേചിത് ആത്മാനം, ചിലർ ആത്മാവിനെ, ധ്യാനേന ആത്മനി പശ്യന്തി, ധ്യാനം കൊണ്ട് തന്നിൽ തന്നെ കാണുന്നു. അന്യേ സാംഖ്യേന, മറ്റു ചിലർ സാംഖ്യന്മാരുടെ യോഗം കൊണ്ടും, അപരേ കർമ്മയോഗേന, വേറെ ചിലർ കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ അറിയുന്നു. അപ്പൊ ധ്യാനത്തെക്കുറിച്ചുള്ള വിവരണമാണ് 6-ാം അധ്യായത്തിൽ വളരെ വിസ്തൃതമായിട്ട് ധ്യാനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ചില അധ്യായങ്ങളിലും ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ധ്യാനം അവനവൻ തന്നെ ചെയ്യേണ്ട ഒരു അനുഷ്ഠാനമാണ്. എല്ലാ ആളുകളും ധ്യാനിക്കാൻ യോഗ്യരാണ്. അയ്യോ, ഞാൻ ധ്യാനിക്കാൻ ഇരുന്നാൽ ഏകാഗ്രത ഒന്നും കിട്ടില്ല, ഈ ജന്മത്തിൽ നടക്കുമെന്ന് തോന്നില്ല. മാത്രമല്ല, ഈ ധ്യാനത്തെയൊക്കെ ഒരു വലിയ സംഭവമായിട്ടാണ് പലരും ചിത്രീകരിക്കുന്നത്, അല്ലേ? മെഡിറ്റേഷൻ, ക്രാഷ് കോഴ്സ്, എന്തെല്ലാം പരസ്യങ്ങളാണ്. ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ മെഡിറ്റേഷൻ സീറ്റൊക്കെ കാണാം. അതിലങ്ങോട്ട് കയറി ഇരുന്നാൽ തന്നെ അങ്ങോട്ട് വലിയൊരു അനുഭവം കിട്ടുമെന്നാ പറയണത്, അല്ലേ? വലിയ വില കൊടുത്ത് മേടിച്ചു. അത് ധ്യാനത്തെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കുകയാണ്. റെഡിമെയ്ഡായിട്ട് കിട്ടുന്നൊരു സാധനം. എത്ര അനായാസകരമായിട്ട് ലളിതമായിട്ടാണ് ഭഗവാൻ 6-ാം അധ്യായത്തിൽ ധ്യാനത്തെ വിവരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാധിക്കില്ല എന്ന ചിന്ത ആദ്യം കൊണ്ട് മാറ്റിവെക്കുക. എത്ര ജന്മം കഴിഞ്ഞിരിക്കുന്നോ, ഇത് ഒരു ചരമ ജന്മമാണ്, ഇനി നമ്മളൊരു ജന്മം ഇല്ലെന്ന് തീരുമാനിക്കുക, അല്ലേ? ഇനി അടുത്ത ജന്മത്തിൽ നോക്കാമെന്നല്ല വിചാരിക്കേണ്ടത്, ഇത് തന്നെ. കാരണം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ആധ്യാത്മികമായ അനുഭവത്തിന് കൂടുതൽ തീവ്രത ഉണ്ടാവുക. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഓ ഇപ്പൊ ഗീതായജ്ഞമൊക്കെ കേൾക്കുക, റിട്ടയർ ആവട്ടെ എന്ന്. ഇപ്പം നല്ല തിരക്കാണ്, അല്ലേ? ഇത് കേട്ടാൽ നിങ്ങൾ റിട്ടയർ ആവില്ല, എന്നും റീടയർ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ? എവർ ഫ്രഷ് ആവും. എത്ര ചെറുപ്പത്തിലോ കേൾക്കാൻ സാധിക്കുമോ അത്രയും നല്ലത്. അതാണ്. കാരണം നമ്മുടെ ചുമതലാ ബോധം തന്നെ ഈശ്വരാരാധനയായിട്ട് മാറുവോടെ. അതാണ് ജീവിതത്തിന്റെ ആരംഭം മുതൽ തന്നെ ഈ സംസ്കാരം വളർത്തിക്കൊണ്ട് വരണം. അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ജോലി ചെയ്താലും ഈശ്വരാരാധനയായി. തപസ്യസി കൗന്ദേയ തത്കുരുഷമന്ത്രം എന്നല്ലേ കണ്ടില്ലേ? നിങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്തോളൂ, ഭഗവാന്റെ പൂജയായി. ടീച്ചറായിട്ട് ജോലി ചെയ്തോളൂ, ഡോക്ടറായിട്ട് ചെയ്തോളൂ, എഞ്ചിനീയറായിട്ട് ചെയ്തോളൂ, കൃഷി ചെയ്തോളൂ, എല്ലാം ഭഗവാന്റെ പൂജ. അതല്ലാതെ ഒരു കർമ്മം പിന്നെ ഇവിടെ ഉണ്ടാവില്ല. വാസ്തവത്തില് ഈ കർമ്മത്തെ നമ്മൾ സതതം കീർത്തനം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ നമുക്ക് ഈ മുഴുവൻ ജോലിയും ചെയ്യുക? അപ്പൊ ചിലരൊക്കെ ചോദിക്കും, വീട്ടിൽ എങ്ങനെയാ ജോലി? ഇപ്പൊ കുട്ടിയെ കുളിപ്പിക്കുന്നു, കുട്ടിയെ കളിപ്പിക്കുന്നു, അതൊക്കെ ലൗകികം. ക്ഷേത്രത്തിൽ വരുമ്പോൾ ആധ്യാത്മിക, അല്ലേ? ആശ്രമത്തിൽ വരുമ്പോൾ ഈ ലൗകികം ലൗകികം എന്ന് പറഞ്ഞ് കർമ്മത്തെ താഴ്ത്തി കെട്ടാതിരിക്കുക.
എല്ലാ കർമ്മത്തെയും ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തുമ്പോഴാണ് ശ്രേഷ്ഠമാകും. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കുട്ടിയെ കുളിപ്പിക്കുന്നത് ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ഭാവം വരും. വീട്ടിൽ ഭക്ഷണം പാനം ചെയ്യുന്നത് ഭഗവാനെ നിവേദ്യം ഉണ്ടാക്കുന്ന ഭാവം വരും അല്ലേ? എല്ലാ കർമ്മവും ശ്രേഷ്ഠാവില്ലേ? അപ്പൊ ഈ വേർതിരിവ് ഉണ്ടാവില്ല. ചിലത് താഴ്ന്നത് ചിലത് ഉയർന്നത് ഒന്നും വരില്ല അല്ലേ? അവിടെയാണ് സതതം കീർത്തനം വരിക. 360 ദിവസവും 24 മണിക്കൂറും തന്റെ കർമ്മങ്ങളൊക്കെ അദ്ദേഹത്തിന് പൂജയായിട്ട് മാറുക. അതല്ലാതെ വേറൊരു കർമ്മവും ഇല്ലേ? ഈ ഒരു ഭാവം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് കർമ്മത്തിൽ വേർതിരിവ് വരിക? എല്ലായിടത്തും ഈശ്വര ദർശനം വന്നു കഴിഞ്ഞാല് അതുകൊണ്ട് ജീവിത ആരംഭത്തിൽ തന്നെ ആ ഈശ്വര അർപ്പണത്തോടുകൂടി വേണം കർമ്മങ്ങൾ ചെയ്യുവാൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ഓരോ ദിവസം കഴിയും തോറും അത്രയും ഈശ്വരനോടുള്ള ദൂരം കുറഞ്ഞു വരികയാണോ? ഓരോ ഹാപ്പി ബർത്ത്ഡേയും ആഘോഷിക്കുമ്പോൾ നമ്മൾ അനുവദിക്കപ്പെട്ട സമയം കഴിയുകയാണ്. അപ്പൊ ഒന്ന് വിചാരിക്കൂ, അദ്ദേഹത്തോടുള്ള ദൂരം കുറഞ്ഞും വരിക അല്ലേ? അപ്പൊ നമുക്ക് സന്തോഷം കൂടുതലേ വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ധ്യാനിക്കാൻ യോഗ്യരാണ്. ഭഗവാൻ തന്നെ ഗീത 2-ാം അധ്യായത്തിൽ പറയുന്നു, ധ്യായതോ വിഷയാൻ പുംസഃ. പൊതുവെ നമുക്ക് ധ്യാനിക്കാൻ രണ്ടേ വിഷയങ്ങളേ ഉള്ളൂ. ധ്യാനിക്കാൻ യോഗ്യതയിൽ ആരും പറയല്ല, 2 വിഷയമേ ഉള്ളൂ. ഒന്നുകിൽ വിഷയങ്ങളെ ധ്യാനിക്കും, അല്ലെങ്കിൽ ഈശ്വരനെ ധ്യാനിക്കും അല്ലേ? ഇതിലേതെങ്കിലും ഇല്ല മുഴുവൻ സമയം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സ് ഏതിലാണോ ഇരിക്കുന്നത് അത് ധ്യാനിക്കൂ അല്ലേ? ഇപ്പൊ പേരക്കുട്ടിയോടാണ് കൂടുതൽ സ്നേഹം വേണമെന്ന് വെച്ചാൽ എവിടെ ഇരുന്നാലും അയ്യോ കുട്ടി പേരക്കുട്ടി. നായ്ക്കുട്ടിയാണെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ നായ്ക്കുട്ടി അല്ലേ? ഏത് കുട്ടിയാണെങ്കിലും അത് തന്നെ നമ്മുടെ ധ്യാനം. നിങ്ങൾ ഏത് കർമ്മത്തിൽ പോയിരുന്നാലും, ഓഫീസിൽ പോയിരുന്നാലും, സ്കൂളിലിരുന്നാലും, പ്രഭാഷണം കേൾക്കാതിരുന്നാലും ഒക്കെ ഈ ചിന്ത വരും. പ്രത്യേകിച്ച് പ്രയത്നമൊന്നും ആവശ്യമില്ല. ഇതൊരു ധ്യാനമല്ലേ ശരിക്കും? വിഷയധ്യാനാന്ന് മാത്രം. അപ്പൊ പണി എളുപ്പമായില്ലേ? അപ്പൊ നമുക്ക് മനസ്സ് ഏറ്റവും പ്രിയപ്പെട്ടതിനോടാണ് നമ്മൾ പ്രയത്നമില്ലാതെ മനസ്സ് പോകുന്നത്. അത് നേരെ ഈശ്വരനിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പൊ തോന്നുന്ന ഇത് നേരെ ഒന്ന് മാറ്റി വെച്ചാൽ മതി അല്ലേ? അത് പെട്ടെന്നല്ല, ക്രമേണ ഒന്നിന്റെ അറ്റാച്ച്മെന്റ് കുറയ്ക്കുക, അറ്റാച്ച്മെന്റ് ഇങ്ങോട്ട് കൂട്ടുക. കാരണം ഇന്ന് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അസ്ഥിരമായ കാര്യങ്ങളിലേക്കാണ്. നാളെ നമ്മളെ വിട്ടുപോകുന്ന വസ്തുക്കളിലേക്കാണ് അല്ലേ? അതുകൊണ്ടാണ് വിട്ടുപോയി നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഈ ധ്യാനം എങ്ങനെയാണ്? അതായത് അവനവൻ തന്നെ അവനവനിൽ തന്നെ കാണുകയാണ്. ആത്മാനം ആത്മനി പശ്യന്തി. താൻ തന്നെ തന്നിൽ തന്നെ ദർശിക്കുകയാണ്. അവിടെയല്ലേ നമുക്ക് ആനന്ദം. ഉറങ്ങാൻ പോകുമ്പോ എന്തുകൊണ്ടാണ് ഉറക്കത്തിൽ ഇത്രയും സന്തോഷം കിട്ടുന്നത്? വേറെ ആരും ഇല്ല. സംഘടിച്ച് ഉറങ്ങാൻ പോകാൻ പറ്റുമോ? പോകാൻ പറ്റും, പക്ഷെ ഉറങ്ങുന്ന ഒറ്റയ്ക്കാണല്ലേ? ആത്മാനമാണ് അവിടെ തന്നെ തന്നെയാണ് ഇരിക്കുന്നത്. നിദ്രയിലെ ഏകഭാവം നാം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ഔന്നത്യമായ ഭാവമാണ് ധ്യാനം. അതിലാരെയാ നമ്മൾ കാണേണ്ടത്? ജഗദീശ്വരനെ തന്നെയാണ്. ആ ജഗദീശ്വരൻ ആരാണ്? ഗീത പറയുന്നു, അത് നാം തന്നെയാണ്. നമ്മൾ അന്വേഷിക്കുന്ന ഈ ജ്ഞാനം, അന്വേഷിക്കപ്പെടുന്ന ലക്ഷ്യവും ഒന്നാണെങ്കിൽ വളരെ എളുപ്പമായി. അപ്പോ ഏകാഗ്രതയോടെ വേറെ യാതൊരു ചിന്തയുമില്ലാതെ ധ്യാനേന ആത്മനി പശ്യന്തി. പക്ഷെ ധ്യാനിക്കാനിരിക്കുമ്പോഴായിരിക്കും പല ചിന്തകളും, പാടില്ലാത്ത ചിന്തകളൊക്കെ പൊങ്ങി വരുന്നതല്ലേ? ധ്യാനം ഒഴികെ ബാക്കി എല്ലാ കലാപരിപാടിയും അവിടെ നടക്കും. വല്ല മണലിന്റെ മുകളിലൊക്കെ ആയിരിക്കുന്ന പല ചിത്രങ്ങളൊക്കെ ചുറ്റും വരയ്ക്കാൻ തുടങ്ങും. പല പരിപാടിയും ചെയ്യുക അതിന്റെ സമയത്ത്. അതുകൊണ്ടാണ് ധ്യാനത്തിന് ചില ചിട്ടകളൊക്കെ പറയുന്നത് അല്ലേ? ആദ്യത്തെ ചിട്ട എന്താണ്?
നീണ്ടു നിവർന്നിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ പോലെ അല്ല, ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇരിക്കില്ല, എക്സ്ക്ലമേഷൻ മാർക്ക് പോലെ ഇരിക്കണം. നീണ്ട് നിവർന്നിരിക്കുക. വസ്ത്രങ്ങളൊക്കെ ഇറുകി ടൈറ്റായ വസ്ത്രം ഇട്ടുകൊണ്ട് പോയിരുന്നാലോ അയ്യോ അസ്വസ്ഥതയാവൂല്ലേ? അതുപോലെ അല്ലേ അയഞ്ഞ വസ്ത്രങ്ങൾ. കൈകളൊക്കെ ഇങ്ങനെ തുടയിലൊക്കെ വെച്ച് ഒന്നുകിൽ കോർത്തിരിക്കാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഋജുവായിട്ടിരിക്കുകയാണെങ്കിലും ആയാസരഹിതമായിട്ടിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നേരെ ചെയ്തിട്ട് മസിൽ പിടിച്ചു തന്നാലോ അതിലും കഷ്ടാവേ. ചിലരൊക്കെ എങ്ങനെ ധ്യാനിക്കാനിരിക്കുവാണിങ്ങനെ എന്തോ ഒരു സംഭവം പോലെ, എന്തോ പിടിച്ചെടുക്കാനിരിക്കുന്ന പോലെ അല്ലേ? അങ്ങനെയൊന്നും ധ്യാനിക്കാൻ പറ്റില്ല. ആയാസരഹിതമായിരിക്കണത്. കണ്ണുകളൊക്കെ അടഞ്ഞതുപോലെയാണ്. അല്ല, മുറുക്കി അടച്ചു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണല്ലേ? പിന്നെയോ നാസികാഗ്രത്തിൽ നോക്കുന്നത് പോലെ, അല്ലാതെ മൂക്കിന്റെ അറ്റം നോക്കിയിരുന്ന തലവേദന എടുക്കും. അത് എന്തിനാ പറഞ്ഞിരിക്കുന്നത്? കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എടുത്താൽ വലിയ ബുദ്ധിമുട്ടാണേ. അപ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത്, ഈ അറ്റാണോ നോക്കേണ്ടത്, ഈ അറ്റാണോ നോക്കേണ്ടത്? കാരണം നാസിക്ക് രണ്ടാഗ്രഹം ഉണ്ടേ. അത് പകുതി അടഞ്ഞതുപോലെ കണ്ണു നോക്കുമ്പോൾ കൃത്യം ഇവിടെ തന്നെയാ വരാം. അത് എന്തിനാ പറഞ്ഞിരിക്കുന്നത്? ദിശാൻ അനവലോകൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കാൻ വേണ്ടിയാണല്ലേ. അപ്പൊ നേരെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ദൃഷ്ടി ഇങ്ങനെ വരാൻ വേണ്ടി നമുക്കൊരു ദിശ തന്നിരിക്കുന്നതാണ്, അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ വേണ്ടിയല്ല. ചിലര് ടിപ്സ് ഒക്കെ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. വളരെ കഷ്ടമാവും. അപ്പോ ഇങ്ങനെയൊക്കെ നീണ്ടു നിവർന്ന് ഇരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വലിയ ദൗത്യത്തിന് നാം തയ്യാറായതുപോലെ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും. ഒരു വിശ്രാന്തിയോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കണം. മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഒരു അനുഭവമാണ് ധ്യാനം. കാരണം നാം ഏറ്റവും അധികം ഈശ്വരനോടടുക്കുന്ന നിമിഷങ്ങളാണ്. ഇനിയിപ്പോ ധ്യാനത്തിന് ഇരുന്നിട്ട് പരാജയപ്പെട്ടാലും വിഷമിക്കുകയൊന്നും വേണ്ട. കാരണം എന്താണ്? ആ പരാജയം പോലും ഒരു വിജയമാണ്. ആധ്യാത്മിക രംഗത്ത് പരാജയം എന്നൊന്നില്ല. കാരണം ഇതൊരു ഡെപ്പോസിറ്റാണ്. ചെലവല്ല, പിന്നീട് 10 മടങ്ങായിട്ട് ഇൻട്രസ്റ്റ് തിരിച്ചു കിട്ടുമെന്ന്. ഒരിക്കലും വ്യർത്ഥമാവില്ല. ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്ന ഈ ടൈം പോലും ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്തെങ്കിലുമൊക്കെ ഈ കേട്ട കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അതിനിങ്ങനെ ഒരു പരിഹാരം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് ഓർമ്മ വരും. മാത്രമല്ല അത് എന്നും കൂടിക്കൊണ്ടേയിരിക്കും, തീർന്നു പോവില്ല. അപ്പൊ ഈ ശരീരം വിട്ടാലും വിരോധമില്ല, അത് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതാണ് പെർമനന്റ് ഡെപ്പോസിറ്റ് ആണത്. ധ്യാനേനാത്മനെ പശ്യന്തി. അപ്പൊ നീണ്ടു നിവർന്നിരുന്ന് കണ്ണുകളൊക്കെ അടച്ച് ഇത്രയും നേരം പറഞ്ഞ ആശയങ്ങൾ, അതായത് ഏത് ഇഷ്ടദേവതയാണോ നിങ്ങൾക്കുള്ളത് ആ ഇഷ്ടദേവതയൊക്കെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിക്കുക. ആ ഇഷ്ടദേവതയുടെ നാമം ചൊല്ലുക. അത് ഉച്ചത്തിലാവാം, മന്ദഗതിയിലാവാം, മനസ്സിലാവാം. വേണമെങ്കിൽ ആദ്യം ഉച്ചത്തിൽ ചൊല്ലുക, പിന്നെ മെല്ലെ ചൊല്ലുക, പിന്നെ മനസ്സ് ചൊല്ലുക അല്ലേ? അപ്പോഴും മനസ്സിലേക്ക് വേറെ ചിന്തകളൊക്കെ കടന്നു വരാം. മനുഷ്യനല്ലേ? നമ്മൾ നാമം ചൊല്ലുന്നുണ്ടാവാം. മനുഷ്യ മനസ്സിന്റെ ഊർജം നഷ്ടപ്പെടുന്നത് 3 വഴികളിലൂടെയാണ്. ഏതൊക്കെയാണ്? ഒന്ന്, കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ഓർമ്മ. 2, വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠ. 3, വർത്തമാനകാലത്തെ പ്രക്ഷുബ്ധത. ഇത് 3 കൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഊർജം ചോർന്നു പോകുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നാം ആരും പലപ്പോഴും ഇപ്പോൾ ജീവിക്കുന്നില്ല. വർത്തമാനകാലത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്?
കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് അതുകൊണ്ട്? ഓർമ്മിക്കുക, മനുഷ്യന് ഭൂതകാലത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, ഭാവി കാലത്തിലും പ്രവർത്തിക്കാൻ പറ്റില്ല. അതിന് ഭാവി കാലം ആകണ്ടേ? നാളെ രാവിലെ 5 മണിക്ക് ഗുരുവായൂർക്ക് പോകാൻ തീരുമാനിച്ചു. നാളെ ആവണം, രാവിലെ 5 മണി ആവണം. ഇപ്പോഴേ ഇവിടെ പരിഭ്രമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തിരുമേനിയും രാമനും കൂടെ യാത്രയ്ക്ക് പുറപ്പെട്ടു. അപ്പൊ രണ്ടുപേരും ബസ് കാത്തു നിൽക്കുവാണ്. അപ്പൊ തിരുമേനി രാമനോട് പറഞ്ഞു, രാമ, ബസ് വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പേ പറയണമെന്ന്. എന്തിനാ തിരുമേനി 10 മിനിറ്റ് മുമ്പ്? അല്ലെ, പരിഭ്രമിക്കാൻ തുടങ്ങാനാണ്. ചില കഥാണെങ്കിൽ അതിനെപ്പറ്റി ഓർത്തല്ലോ. അപ്പൊ അതുകൊണ്ട് ഭാവിയിൽ കർമ്മം ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല, ഭൂതകാലത്തിലും കർമ്മം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ നിമിഷമാണ് നമ്മുടെ കർമ്മം ചെയ്യുന്നത്. ഭാവിയിൽ ചെയ്യേണ്ട ആസൂത്രണം ചെയ്യാം, അല്ലാതെ കർമ്മം ചെയ്യാൻ സാധിക്കില്ല. ജയ കൃഷ്ണമൂർത്തി മെഡിറ്റേഷനെ കുറിച്ച് പറയുന്ന നല്ല രസമാവുണ്ട്. വെൻ യു ഈറ്റ് യു ഈറ്റ്, വെൻ യു ഡ്രിങ്ക് യു ഡ്രിങ്ക്, വെൻ യു പ്ലേ യു പ്ലേ, ദാറ്റ് ഈസ് മെഡിറ്റേഷൻ എന്നാ പറയുന്നത്. ഞങ്ങളും അതല്ല ചെയ്യുന്നതെന്ന്. നിങ്ങളെവിടെ ഇരിക്കും? ഭക്ഷണം കഴിക്കുമ്പോൾ നാട്ടുകാർ ഓർക്കും, ഓഫീസിൽ ഇരിക്കുമ്പോൾ വീട്ടുകാർ ഓർക്കും, അല്ലേ? ഒരു കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് വേറെ സ്ഥലത്താണ്. അതുകൊണ്ട് ഒരു കർമ്മം വിജയിക്കാൻ പോകുന്നില്ല. അപ്പോ ചെയ്യുന്ന സമയത്ത് അത് തന്നെയാവും. ഇതാണ് ധ്യാനം. അപ്പൊ 1 മിനിറ്റൊക്കെ ധ്യാനിക്കുവാൻ നമുക്ക് ഒരുപക്ഷെ 1 മാസമൊക്കെ പ്രയത്നിച്ചാൽ, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് ഏകാഗ്രത നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. അത്രയെങ്കിലും സാധിച്ചാൽ സ്വയം അഭിനന്ദിക്കുക. ഓ, അത്ര എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഇതുവരെ ശീലിക്കാത്തൊരു സാധനമാണേ. ഞാൻ 1 മണിക്കൂറാണ് ധ്യാനിക്കുന്നത് എന്നൊക്കെ ആരെങ്കിലും പറയുവാണെങ്കിൽ തൊഴുതിട്ട് പോവുക. കാരണം അങ്ങനെയൊക്കെ പറയുന്ന വിദ്വാന്മാരുണ്ടേ. 1 മണിക്കൂറേ, 1 മിനിറ്റ് തികച്ചൊന്നിരിക്കില്ല. അപ്പോഴേക്കും പിടിച്ചോ, അവര് കൊണ്ടുപോ ഇവര് കൊണ്ടുപോ, മനസ്സല്ലേ? അപ്പോ ഇപ്പോൾ നാം എങ്ങനെ സമയം ചെലവഴിക്കുന്നു? കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ഓർമ്മകള്, അല്ലെങ്കിൽ നാളെ അല്ലെ മറ്റന്നാളത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലേ? വർത്തമാനകാലത്തിൽ പലർക്കും നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. വർത്തമാനകാലം വർത്തമാനം പറഞ്ഞു തീർക്കുക നമ്മൾ ശരിക്കും. എന്തിനെ കുറിച്ച്? ഇന്നലത്തെ കുറിച്ചും നാളത്തെ കുറിച്ചും. പലരും ഭക്ഷണം കഴിക്കുന്നത് പോലും അങ്ങനെയാണ്, അല്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അന്വേഷിക്കും ഉച്ചക്ക് എന്താ. ഉച്ചയാവണ്ടേ? ഇപ്പൊ കിട്ടിയിരിക്കുന്ന നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടിയിട്ട് അത് ആസ്വദിച്ച് കഴിക്കൂ. അപ്പോ ധ്യാനം എന്ന് പറയുന്നത് വർത്തമാനകാലത്തുള്ള പ്രവർത്തനമാണ്. അപ്പോ ഭാവി കാലത്തെയും ഭൂതത്തെയും ഒന്നും കൊണ്ടുവരരുത് അവിടെ. അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റുക എന്നൊക്കെ പറയാൻ എളുപ്പമുണ്ട്, പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അതായത് ഈ ഭൂതകാലത്തിനും അതുപോലെ വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനുമൊക്കെ ഉദാത്തമായൊരു സ്ഥാനം നമ്മൾ കൊടുക്കണം. ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന് അതിലും ഉത്കൃഷ്ടമായ ഒരു സ്ഥാനത്തെ നമ്മൾ കൽപ്പിച്ചു കൊടുത്താൽ മതി. അതിനെ ചിന്തിപ്പിക്കാൻ ശീലിക്കണം. ഇപ്പോൾ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സമയം കഴിഞ്ഞതിനെ കുറിച്ച് നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല. കഴിഞ്ഞതിനെ കുറിച്ച് ഓർമ്മിക്കുന്നില്ലെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ചും ചിന്തിക്കില്ല. ഇതിനെ രണ്ടിനെ കുറിച്ചും ചിന്തിക്കുന്നില്ലെങ്കിലോ മനസ്സ് ശാന്തമാവും. 3 ചോർച്ച അടയ്ക്കാൻ പറ്റും. അപ്പോ ഗതകാല ചിന്ത, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, വർത്തമാനത്തെക്കുറിച്ച് വ്യാകുലത, ഇത് 3ഉം ഇല്ലാതാവണമെങ്കിൽ ഭഗവത് നാമത്തെ തന്നെ ആശ്രയിക്കുക. ഇതുവരെ പഠിച്ചതായ കാര്യങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിക്കുക. മറ്റെല്ലാ ചിന്തയും ഇല്ലാതാക്കും.
അല്ലാതെ പത്മാസനത്തിൽ കയറി ശ്വാസമൊക്കെ വലിച്ചു വിട്ടിരുന്നിട്ട് ഞാൻ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മിക്കില്ല, കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മിക്കില്ല, കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മിക്കില്ല, അത് പറയുന്നില്ല. കാരണം എന്താണോ നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്തത്, അത് ചിന്തിക്കാൻ പാടില്ലെന്ന് ചോദിച്ചാൽ അത് മാത്രമേ പിന്നെ ചിന്തിക്കുള്ളൂ. ഈ പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ ഇവിടെ തുപ്പരുത്, ചപ്പ് ചവറിടരുത് എന്നൊക്കെ ബോർഡ് കാണാമല്ലേ, അവിടെ ആയിരിക്കും എല്ലാം സാധിക്കും. പണ്ടൊരു പരസ്യം, കഷണ്ടിയുടെ മരുന്ന്. അപ്പോ ആൾക്കാരൊക്കെ വന്ന് കഷണ്ടിയുടെ മരുന്ന്, അപ്പൊ അയാള് ഉദാഹരണമൊക്കെ കാണിച്ചു, മരുന്ന് തേച്ച് മുടി തഴച്ചു വളർന്ന ആൾക്കാരെയൊക്കെ ചിത്രങ്ങളൊക്കെ കാണിച്ചു, ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചു. അപ്പൊ പറഞ്ഞു, ഈ മരുന്ന് ഇത്ര ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് റെഡിയായി ശുദ്ധിയോടുകൂടി അതെടുത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അത് ഒരു മാസം തേച്ചാൽ കഷണ്ടിയൊക്കെ മാറി നല്ല മുടി വരും. എല്ലാവർക്കും വലിയ വിശ്വാസമായി ഇയാൾ. പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇതിങ്ങനെ തേക്കുന്ന സമയത്ത് കുരങ്ങനെ കുറിച്ച് മാത്രം വിചാരിക്കരുത്. അതിപ്പോ എന്താ, കുരങ്ങ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇല്ലല്ലോ, എല്ലാരും മരുന്നൊക്കെ വലിയ വില കൊടുത്ത് മേടിച്ചോണ്ട് പോയി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റോ, കഷണ്ടി മാറാനുള്ള ആ ഒരു കാരണം അതുള്ളവർക്ക് അതിന്റെ വിഷമം അറിയുള്ളേ. രാവിലെ എണ്ണയൊക്കെ കയ്യിലെടുത്ത് തിരുമ്പി തേക്കാൻ തുടങ്ങിയപ്പോഴാണ് അയാൾ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താ ഇതുപോലെയാവും. എന്ത് ചിന്തിക്കാൻ പാടില്ല, അത് മാത്രമേ ചിന്തിക്കുള്ളൂ നമ്മള്. കാരണം മനുഷ്യ മനസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണേ. നമ്മുടെ കുഴപ്പമൊന്നുമല്ല, മാനുഫാക്ചറിന്റെ ഡിഫക്റ്റ് ആണത്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ പാടില്ലാത്തത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എന്താണോ പാടുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്താ പാടുള്ളത്? നേരത്തെ പറഞ്ഞില്ലേ, സർവത പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം അല്ലേ? എത്ര ശ്ലോകങ്ങളിൽ നമ്മൾ പഠിച്ചു അതിനെക്കുറിച്ച്. അതിങ്ങനെ മനനം ചെയ്യുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിന്റെ അർത്ഥം ചിന്തിക്കുക. അപ്പൊ കഴിഞ്ഞ കാല ചിന്തകളൊക്കെ വരുമ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഈ പരിചയമില്ലേ, വെട്ടൊക്കെ വരുമ്പോൾ എടുത്ത് തടുക്കുന്ന, അപ്പൊ ഈ ചിന്ത വരുമ്പോ എന്ത് ചെയ്യുക, ബദലായിട്ട് ഈ ചിന്ത അങ്ങോട്ട് കൊടുക്കുക, ഈ ശ്ലോകം എടുത്തുകൊണ്ട് ചൊല്ലുക. പ്രതിരോധം. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവച. ഇങ്ങനെ അതിനോട് ഇത്രയും പഠിക്കാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ട് എടുത്തില്ലേ, അതിങ്ങനെ ഹൃദയസ്ഥമാക്കി വെച്ച് തരിക. എപ്പോ ചിന്ത വന്നു കഴിഞ്ഞാലും ഇതങ്ങോട്ട് ചൊല്ലുക. കാരണം മറ്റു നാമമൊക്കെ ചൊല്ലാനൊക്കെ ഓർമ്മിക്കാനൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇതാകുമ്പോഴോ ഇതും ബൈഹാർട്ടായിട്ട് വെച്ചിരിക്കുന്നതാണല്ലേ, അങ്ങനെ അർത്ഥവും നമുക്കിപ്പോ പിടി കിട്ടി. അങ്ങനെ ഈ ഭഗവത് സ്മരണ വരുമ്പോൾ കഴിഞ്ഞ കാലവും വരാൻ പോകുന്ന കാലവും എല്ലാം സ്തമിക്കും. അപ്പൊ ഭൂതത്തെയും ഭാവിയെയും ആശ്രയിച്ചാണ് വർത്തമാനകാലം. ഇത് മൂന്നും ഇല്ലാതാവുമ്പോൾ മനസ്സ് ഏകാഗ്രതയിലെത്തുന്നു. ഏകാഗ്രമായ മനസ്സ് കാലത്തിനതീതമാവുന്നു. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന. ഇപ്പോൾ നടക്കുന്നത് അതാണ്. സാഖ്യേന എന്ന് പറഞ്ഞാൽ യുക്തിയുക്തമായിട്ട് കാര്യങ്ങൾ നിരത്തുകയാണ്. ഭഗവത്ഗീതയിലെ ആശയങ്ങളൊക്കെ അക്കമിട്ട് വിവരിക്കുകയാണ്. ഇപ്പൊ 2-ാം അധ്യായത്തിന്റെ പേര് സാഖ്യയോഗം എന്നായിട്ടിരിക്കുന്നതല്ലേ. എന്തുകൊണ്ടാണ്? അർജുനൻ കുറെ സംശയങ്ങൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞു, വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യകാരണങ്ങൾ യുക്തിയുക്തമായിട്ട്, പ്രത്യേകിച്ചും 11-ാം ശ്ലോകം മുതൽ 30-ാമത്തെ ശ്ലോകം വരെ 2-ാം അധ്യായത്തിൽ അതിഗംഭീരമായ ആശയം അവിടെ പറഞ്ഞിരിക്കുന്നത്. അർജുനന് മനസ്സിലാവുമെന്നൊന്നും ഭഗവാൻ നോക്കിയില്ലേ. എന്നാലും ഒന്നും മനസ്സിലാകാൻ സാധ്യതയില്ല. ആ സ്ഥിതിയിൽ അർജുനൻ എത്തിയിരിക്കുന്നത്. പക്ഷേ യുക്തിയുക്തമായിട്ട് ഓരോന്നും അക്കമിട്ട് നിരത്താണ് മറുപടി പറഞ്ഞ അവിടെ. അപരേ കർമ്മയോഗേന, അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്തുകൊണ്ട്. കർമ്മയോഗേന ഇനിയിപ്പോ വിസ്തരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അധികാരി ഭേദമനുസരിച്ച് ഓരോരോ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക.
ഗീത 3-ാം അധ്യായത്തില് 30-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കും, മയി സർവാണി കർമാണി, നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളും എന്നിലേക്ക് സമർപ്പിച്ച് ചെയ്യുക. മുഴുവൻ കർമ്മങ്ങൾ, അത് ലൗകികമോ ആധ്യാത്മികമോ എന്ന റിസർവേഷൻ ഒന്നുമില്ലാതെ മുഴുവൻ കർമ്മങ്ങൾ. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജിമ്മിലേക്ക് പോകും. ഇതിന് മുമ്പിൽ ഒരു ജിമ്മുണ്ട്, രാവിലെ എന്തൊരു തിരക്കാണ്, ശരീരം നന്നാക്കുക അല്ലേ. വേറെ ഒരു ചിന്തയില്ല അവർക്കല്ലേ, ഒരു ജോലിക്കും ചെയ്യാൻ പോലെ. കാരണം എന്താണ്? സിക്സ് പാക്കായി എല്ലാവർക്കും അതാ വേണ്ടത്. ഇതിന് വല്ല കുഴപ്പം അല്ലെ ബ്യൂട്ടി പാർലറിൽ പോവുക. ശരീരത്തിൽ സമർപ്പിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ. ചില ആൾക്കാരുണ്ട് കുടുംബത്തിലേക്ക് മുഴുവൻ സമർപ്പിക്കും, സ്വന്തം കാര്യം പോലും മറന്നിട്ട് സഹോദരിമാരെ അവരെ നോക്കാം ഇവരെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ചിലർ രാഷ്ട്രത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാർ, അവരെ കാര്യമൊക്കെ വേണ്ടിയിട്ട് രാഷ്ട്രസേവനം. ഇതുപോലെ ഭഗവാൻ ഇവിടെ പറയുന്നത്, മൈ സർവാണി കർമാണി, നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളും എന്നിലേക്ക് സമർപ്പിക്കൂ. എന്നിലേക്ക് എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് ദേവകീ വസുദേവപുത്രനായ ശ്രീകൃഷ്ണനിലേക്കല്ല, സാക്ഷാൽ പരമേശ്വരനിലേക്ക്. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടില്ലേ, ഈ രൂപത്തിലുള്ള ആ സ്വരൂപത്തിലേക്ക് സമർപ്പിക്കുക, അദ്ദേഹത്തിന്റെ കർമ്മമായിട്ട് മാറ്റുക. അതിനാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ. യത്കരോഷി യദസ്നാസി യജ്ജുഹോഷി യത്തപസ്സികോദയ, നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളും, നിങ്ങൾ ഏത് ജോലിയിലിരിക്കുന്നോ, അത് എത്ര താഴ്ന്നോ ഒന്നുമല്ല, അവിടെ ചെയ്യുന്ന നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും ഭഗവാന്റെ ഉപാസനയാണ്, അദ്ദേഹത്തിന്റെ പൂജയാണ്. ആസ്ഥിത ജനകാതയ എന്നൊക്കെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലേ. ജനകനെ ഉദാഹരണമായിട്ടൊക്കെ, ഭഗവാൻ ഒരാളെ ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ അദ്ദേഹം എത്ര ക്വാളിഫൈഡ് ആയിരിക്കണം? ജനകൻ കാട്ടിലെ വനവാസകാലത്ത് സീത പറഞ്ഞത്രേ രാമനോട്, നമ്മുടെ രാമനവമിയൊക്കെ വരുവാണല്ലേ, അപ്പൊ ശരിക്കും പറഞ്ഞാല് നോട്ടീസൊക്കെ കണ്ടപ്പോഴാണ് ഓർമ്മ. സീത പറഞ്ഞത്രേ, നമുക്ക് ഈ 14 വർഷം കഴിഞ്ഞാൽ ഇനി ഇവിടെ തന്നെ താമസിക്കാവോ? എന്താ, ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ, എന്ത് സുഖമായി, കാട്, ആശ്രമങ്ങളുണ്ട്, മുനിമാരുണ്ട്, സത്സംഗങ്ങൾ കിട്ടുന്നു. ഈ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ 100 പൊളിറ്റിക്സ് ആണല്ലേ, നമുക്കൊന്നും വേണ്ട, ഇവിടെ തന്നെ ഇരിക്കാം. രാമനിത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. എന്താ കാരണം? ആ ജനകന്റെ കൊട്ടാരത്തിൽ നല്ല സുഖമായിട്ട് കഴിഞ്ഞ കുട്ടിയാണ്, തന്റെ കൂടെ കൂടിയിട്ട് ഈ കഷ്ടകാലം മുഴുവൻ വന്നതല്ലേ. വേണമെങ്കിൽ എന്റെ കാരണക്കാരെ ഭരതനെയോ കൈകയോ ഒക്കെ ശപിക്കായിരുന്നു, ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഇനിയുള്ള കാലവും കൂടി ഇവിടെ കഴിയാമെന്നാ പറയുന്നത്. ഇത് കേട്ടപ്പോൾ അതീവ സന്തുഷ്ടനായ ശ്രീരാമചന്ദ്രജി സീതയോട് പറഞ്ഞത്രേ, നിന്റെ വാക്കുകൾ തന്നെ നിന്റെ കുലമഹിമ വെളിപ്പെടുത്തുന്നു, എത്രയായാലും നീ ജനകാത്മജയല്ലേ എന്നാ പറഞ്ഞു. വളർത്തു ഗുണം. ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മുടെ കുട്ടികളൊക്കെ നാളെ ഒരു വീട്ടിൽ പോകുമ്പോൾ, ഒരു സദസ്സിൽ പോകുമ്പോൾ ഇതാണ് കേൾക്കേണ്ടത്. അവരുടെ പെരുമാറ്റം നന്നാവുമ്പോൾ, അവരുടെ വാക്കുകൾ മാധുര്യമുള്ളപ്പോൾ, സംസ്കാരമുള്ളതാവുമ്പോൾ അവരെക്കുറിച്ച് മറ്റുള്ളവർ ഇങ്ങനെയാണ് പ്രശംസിക്കേണ്ടത്. എത്രയായാലും നീ ആ ജാനകിയുടെ മോളല്ലേ, നീ ഈ വീട്ടിൽ നിന്ന് വന്നതല്ലേ, നീ ഇങ്ങനെ പെരുമാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് തന്നെ നമ്മുടെ മക്കളെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഒരു അച്ഛനാണ്, അമ്മയാണ് എന്ന് നമുക്ക് അഭിമാനിക്കാറാവുകയുള്ളൂ. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് സാധിക്കുള്ളൂ അല്ലേ കുടുംബത്തിൽ. അല്ലെങ്കിലോ അല്ലാതെയും പെരുമാറുന്നവരുണ്ട്, അപ്പോഴും ഇതേ വാക്കുകൾ തന്നെ പറയുള്ളൂ, പക്ഷെ ട്യൂൺ വേറെയാണ്. നീ ആ ജാനകിയുടെ മോളല്ലേ, ഇത് തന്നെ പറയുള്ളൂ, പറയിപ്പിക്കാനുണ്ടായില്ലേ. അപ്പൊ അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ഈ സംസ്കാരം വേണ്ടതുപോലെ കൊടുക്കണം. എവിടെ പോയാലും തലയുയർത്തി അച്ഛനും അമ്മയ്ക്ക് നിൽക്കാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കണം വേണ്ടത് കൊടുക്കാൻ സാധിക്കുക. അതിനാണ് സത്സംഗത്തിനൊക്കെ മക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നത്, ബുദ്ധിയുള്ളവർ കൊണ്ടുവരുന്നത് അല്ലേ. കാരണം നമുക്കോ സാധിച്ചില്ലെങ്കിൽ എവിടെ അവരെ കേട്ട് പഠിച്ചോളും, അവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടും. അതാണ് പറഞ്ഞു വന്നത്. ഇതേ ജനകൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനകനെ കുറിച്ച് പിന്നീട് ജനകൻ ഇങ്ങനെ നായാട്ടിനൊക്കെ പോകുന്ന സമയത്ത് ഋഷിമാരൊക്കെ കാത്തിരിക്കും അത്രേ. എന്തിനാ പണ്ട് നായാട്ട്? വെറും വിനോദം മാത്രമല്ല, ഈ ഉൾക്കാട്, അന്ന് കാട് കൂടുതലല്ലേ, ഉൾക്കാട്ടിലേക്ക് മൃഗങ്ങളെയൊക്കെ ഓടിക്കാൻ നായാട്ട് ആവശ്യമാണ്. പക്ഷെ ജനകൻ നായാട്ടിന് വന്നോന്ന് വെച്ചാൽ സന്തോഷം കൂടുന്നതിന്റെ കാരണം അതൊന്നും അല്ല.
ജനകന്റെ സത്സംഗം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് വൈകുന്നേരം നായാട്ടൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ആശ്രമത്തിൽ അദ്ദേഹം വിശ്രമിക്കാൻ പോവുക. 5 സ്റ്റാർ ഹോട്ടലിലേക്കല്ല. അപ്പൊ മറ്റുള്ള ആശ്രമങ്ങളിലൊക്കെ വിവരം അറിയിക്കും, അവരൊക്കെ അങ്ങോട്ട് വരും. ജനകൻ കുളിയൊക്കെ കഴിഞ്ഞ് ജപമൊക്കെ കഴിഞ്ഞ് അവിടെ വന്നിരുന്നിട്ട് ഋഷിമാർക്ക് അങ്ങോട്ട് ക്ലാസ് എടുക്കും. അത്ര മഹാജ്ഞാനിയായിരുന്നു, രാജർഷിയായിരുന്നു, ഒരേ സമയത്ത് രാജാവും ഋഷിയുമായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ജനകനെ ഉദാഹരണമായിട്ട് പറഞ്ഞത് ആസ്ഥിത ജനകാദേഹ. അല്ലാതെ ഒരാളെ കുറിച്ച് പറയാൻ പറ്റുമോ? അഷ്ടാവക്ര മഹർഷി അല്ലേ, അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിരുന്നു. ഒരിക്കല് ഒരു ശിഷ്യൻ ചോദിച്ചു, അതുപോലെ ആശ്രമത്തില് അങ്ങ് ഈ ജനകന്റെ ഉദാഹരണമൊക്കെ എപ്പോഴും പറയുമല്ലോ, ജനകനെ കണ്ടുപിടിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ജനകൻ ദിവസം എത്ര മണിക്കൂർ ധ്യാനിക്കുമെന്ന്? ഈ മെഡിറ്റേഷന്റെ കാര്യം അന്നേ ഉണ്ട് കേട്ടോ. ആധ്യാത്മികതയൊക്കെ അളക്കാൻ അളവുപോലെ പലർക്കും മെഡിറ്റേഷനെ. അപ്പൊ ജനകൻ ദിവസം എത്ര മണിക്കൂർ ധ്യാനിക്കാറുണ്ട്? അപ്പൊ പറഞ്ഞു, ഇപ്പൊ എനിക്കറിയില്ല. ഒരു പണി ചെയ്യൂ, ജനകനോട് തന്നെ നേരിട്ട് അടുത്ത കൊട്ടാരയെ പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ജനകൻ എന്ത് മറുപടി പറഞ്ഞാലും തിരിച്ചൊന്നും പറയരുത്, കേട്ടിട്ട് ഇങ്ങോട്ട് പോന്നാ മതി. ഇയാൾ ഓടി അവിടെ ചെന്നു. അവിടെ ചെന്ന് ആശ്രമത്തിൽ നിന്ന് വന്നാന്ന് അപ്പം അടുത്ത് വിട്ടു. അവിടെ ചെന്നപ്പോ കൊട്ടാരത്തിൽ ഗംഭീര നൃത്ത പരിപാടി നടക്കുകയാണ്. ജനകൻ ഇങ്ങനെ സിംഹാസനത്തിലിരുന്ന് താളമൊക്കെ പിടിച്ച് ഈ സ്വർണ്ണ തളികയിൽ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഗുരുനാഥൻ പറഞ്ഞു വിട്ടാന്ന് പിന്നെ ശിഷ്യൻ വന്ന്, എന്താ കാര്യം? അല്ല, അങ്ങ് എത്ര മണിക്കൂർ ധ്യാനിക്കും എന്ന് ഗുരു ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. കേട്ട പാടെ ജനകൻ പറഞ്ഞു 24 മണിക്കൂർ. ശിഷ്യന് പൊട്ടിച്ചിരിക്കാനാ തോന്നുന്നത്, നല്ല ധ്യാനം ഇപ്പൊ ഇവിടെ നടക്കുന്നതേ. പക്ഷെ ഒന്നും തിരിച്ചു പറയാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? സന്തോഷത്തോടുകൂടി എതിരിച്ചു. കാരണം പ്രധാന ശിഷ്യന്റെ കളവ് കണ്ടുപിടിച്ചല്ലോ അല്ലേ? അതുകൊണ്ട് തുള്ളിച്ചാടി വന്ന് പറഞ്ഞു, കേമനാണ് അങ്ങയുടെ പ്രധാന ശിഷ്യൻ. എന്ത് ഈ ശിഷ്യന്മാർക്ക് തമ്മിൽ ഉണ്ടാവല്ലോ അസൂയൊക്കെ. അപ്പോ കേമനാണ് കേട്ടോ, നല്ല ധ്യാനം ഇപ്പൊ അവിടെ നടക്കുന്ന, പോയെ കാണാമെന്ന്. അപ്പൊ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അഷ്ടാവക്രമുനി പറഞ്ഞു, എന്നാൽ നമുക്കൊന്ന് കണ്ടു. എല്ലാ ശിഷ്യന്മാരെയും കൂട്ടി നേരെ കൊട്ടാരത്തിൽ ചെന്നു. അപ്പൊ പെട്ടെന്ന് ഗുരു ശിഷ്യന്മാരും വരുന്ന കണ്ടപ്പോ അപ്പോഴും പരിപാടി നിന്നിട്ടില്ല. ഡാൻസ് ഒക്കെ നിർത്തി വെച്ചു, എല്ലാവരെയും സ്വീകരിച്ചു, ഉപചാരമൊക്കെ കൊടുത്തിട്ട് പെട്ടെന്നുള്ള വരവിന്റെ കാരണമൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അങ്ങ് 24 മണിക്കൂർ ധ്യാനിക്കുമെന്ന് പറഞ്ഞു. ഗുരു ഇതിലെ ഗൗരവത്തിൽ ചോദിച്ചു. പറഞ്ഞു, ഒരു സംശയവും കൂടാതെ. അത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അത്രയേ ഉള്ളൂ. അപ്പൊ ജനകൻ തന്റെ മെഡിറ്റേഷൻ വിവരിക്കാൻ തുടങ്ങി. ഞാൻ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കും. ബ്രഹ്മമുഹൂർത്തം ഏതാണ്? ഏതാ ബ്രഹ്മമുഹൂർത്തം? കൊച്ചു കുട്ടികൾ ഉണരുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. പ്രത്യേകിച്ച് ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൃത്യസമയത്ത് ഉണരും. അമ്മ പോലും അറിയില്ല. ഒരു 3-നും 4-നും ഇടയിലുള്ള സമയം. കാരണം നമ്മുടെ സമ്പർക്കം കൊണ്ടാണ് പിന്നീട് അത് 4 മണി, 5 മണി, 6 മണി, 10 മണിയൊക്കെ ആയിപ്പോയത്. അപ്പൊ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ശരിക്കും ഒരു കുട്ടി ഉണരുന്നത്. അതാണ് ഉണരേണ്ട സമയം. ആ കൃത്യമായിട്ട് ഉണർന്നിരിക്കും. സംശയന്റെ വാശി ചെയ്തോളൂ. നവജാത, പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൽ താഴെയുള്ള നമ്മുടെ സമ്പർക്കം അധികം കിട്ടാത്ത കുട്ടികളൊക്കെ കൃത്യമായിട്ട് ബ്രഹ്മമുഹൂർത്തം ഉണരും. അപ്പോ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ ബ്രഹ്മസ്വരൂപമായ പട്ടമഹർഷിയെ, ആ ബ്രഹ്മസ്വരൂപമായ പട്ടുമെത്തയിൽ കിടക്കുന്ന ആദ്യം കാണും. പിന്നീട് ബ്രഹ്മസ്വരൂപമായ ആ ഭൂമിയില് ബ്രഹ്മസ്വരൂപമായ പാദങ്ങളൊക്കെ ഉണ്ടാവും. അത് ബ്രഹ്മസ്വരൂപമായി ഈ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് സ്നാനാദി കർമ്മങ്ങൾക്കായിട്ട് പുറപ്പെടും. അവിടെ പോയി ആ ബ്രഹ്മസ്വരൂപമായ ജലം ഈ ബ്രഹ്മസ്വരൂപ ശരീരത്തിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ പുരുഷ സൂക്തം തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ ചൊല്ലും. ഒരു തുള്ളി ജലം നമ്മുടെ ശിരസിലേക്ക് വീഴുമ്പോൾ ആയിരക്കണക്കിന് കണങ്ങളായി പൊട്ടിച്ചുതറി ശിരസിനെ അനുഗ്രഹിക്കുകയാണല്ലേ. സഹസ്രശേഷ പുരുഷ ഭാവമാണ്. അപ്പോ ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ ഈ ഒരു ഭാവമാണ്. അപ്പോ അങ്ങനെ അഭിഷേകം കഴിഞ്ഞ് സ്നാനാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് വസ്ത്രമൊക്കെ അണിഞ്ഞുകൊണ്ട് ബ്രഹ്മസ്വരൂപമായ പൂജാമുറിയിൽ പോയിരിക്കും. അവിടെ പോയി കുറെ നേരം അർച്ചന ചെയ്യുമ്പോൾ അർച്ചന ചെയ്യുന്ന പുഷ്പം ബ്രഹ്മം, മൂർത്തി ബ്രഹ്മം, ഈ ചെയ്യുന്ന ശരീരവും ബ്രഹ്മം. ഇപ്പോഴേക്ക് നേരമൊക്കെ പ്രഭാതമായിട്ടുണ്ടാവും. രാജകീയമായ ഉടയാടകളൊക്കെ ഈ ബ്രഹ്മസ്വരൂപമായ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് ബ്രഹ്മസ്വരൂപമായ രാജകീയ സദസ്സിലേക്ക് വരും. അവിടെ ഭഗവാൻ പല രൂപത്തിൽ അവിടെ ഉണ്ടാവും. മന്ത്രിമാരുടെ രൂപത്തില്, വിദൂഷകന്റെ രൂപത്തിൽ, കുറ്റവാളികളുടെ രൂപത്തിൽ, ഗുരുനാഥന്റെ രൂപത്തിൽ ഒക്കെ അവിടെ ഉണ്ടാവും. അവിടെ ബ്രഹ്മസ്വരൂപമായ സിംഹാസനത്തില് ഈ ബ്രഹ്മസ്വരൂപ ശരീരം പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ ഭഗവാൻ സേവകന്മാരുടെ രൂപത്തിൽ 2 സൈഡിലും നിന്നുകൊണ്ട് ബ്രഹ്മസ്വരൂപമായ വെഞ്ചാമരമൊക്കെ വീശി ബ്രഹ്മസ്വരൂപമായ ശരീരത്തെ ഉപചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഭഗവാൻ ഓരോരോ രൂപത്തിൽ വന്നിട്ട് അവരുടേതായ പരിപാടികളൊക്കെ എന്നോട് ചോദിക്കും.
ചിലപ്പോൾ കുറ്റവാളികളുടെ രൂപത്തില്, ചിലപ്പോൾ മന്ത്രിമാരുടെ രൂപത്തില് ഓരോരോ സംശയം. ഭഗവാൻ എന്നെ കൊണ്ട് ഓരോ മറുപടി പറയിപ്പിക്കും. കുറെ കഴിയുമ്പോൾ ഞാൻ ക്ഷീണിച്ചു എന്ന് തോന്നുമ്പോൾ ഭഗവാൻ വിദൂഷകന്റെ രൂപത്തിൽ അവിടെ വന്ന് നല്ല തമാശയൊക്കെ പറഞ്ഞ് എന്നെ രസിപ്പിക്കും. ചിലപ്പോൾ ഭഗവാൻ എനിക്ക് തളർച്ചയുണ്ടായെന്ന് തോന്നുമ്പോൾ പാനീയങ്ങളൊക്കെ കൊണ്ടുതരും. ചിലപ്പോൾ ഭഗവാൻ നർത്തകികളുടെ രൂപത്തില് ആ രാജകീയ സദസ്സിൽ കയറി നൃത്തമൊക്കെ ചെയ്ത് എന്നെ ആനന്ദിപ്പിക്കും. ചിലപ്പോൾ ഭഗവാൻ ശത്രു രാജാവിന്റെ രൂപത്തിൽ വന്ന് എന്നെ യുദ്ധത്തിനായിട്ട് ക്ഷണിക്കും. ചിലപ്പോൾ ഭഗവാൻ നായാട്ടിനായിട്ട് എന്നെ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെ ഭഗവാൻ ഓരോരോ ലീലകൾ എന്നെ കൊണ്ട് അവിടെ ചെയ്യിച്ചുകൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ബ്രഹ്മസ്വരൂപമായ പട്ടുമത്തയിൽ വന്ന് കിടക്കുമ്പോൾ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് തന്നെ കിടക്കും. ഇതാണ് ജനകന്റെ മെഡിറ്റേഷൻ. ഒരു രാജർഷിയായ ചക്രവർത്തി രാജ്യം ഭരിക്കാനായിട്ട് ധ്യാനരൂപത്തിൽ ഇല്ലേ, ചെങ്കോലും കിരീടവും ഭഗവാന്റെ പൂജയ്ക്ക് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബം ഭരിച്ചുകൂടെ ഇങ്ങനെ, നമ്മുടെ ഓഫീസ് ഭരിച്ചുകൂടെ, നമ്മുടെ പ്രസ്ഥാനങ്ങളെ ഭരിച്ചുകൂടെ ഇങ്ങനെ ഈ ഒരു ഭാവം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ. ഇതാണ് ശരിക്കുള്ള ധ്യാനം. അല്ലാതെ ധ്യാനം എന്ന് പറഞ്ഞാൽ പത്മാസനത്തിൽ കയറി ഇരുന്ന് ചെയ്യുന്നത് മാത്രമാണെന്ന് വിചാരിക്കരുത്. പൂജാമുറി ഇരുന്ന് ചെയ്യുന്നത് മാത്രമല്ല, ധ്യാനം തന്നെ ജീവിതം. പൂജ ഗുരുദേവന്റെ ഒരു ബുക്കുണ്ട്, മെഡിറ്റേഷൻ ആൻഡ് ലൈഫ്. അങ്ങനെ ആവണം. അപ്പൊ ഗുരുനാഥൻ ചോദിച്ചു, അല്ല അങ്ങേക്ക് ഈ അറിവ് കിട്ടിയോണ്ട് ഇതൊക്കെ ചെയ്തത്, ഇതിനു മുമ്പ് എങ്ങനെയാ അങ്ങ് ജീവിച്ചിരുന്നതെന്ന് അഷ്ടാവക്രൻ ചോദിച്ചു. അതിനു മുമ്പ് രാജ്യത്തെ വേറെ കണ്ടു, പ്രജകളെ വേറെ കണ്ടു, ഭാര്യയെ വേറെ കണ്ടു, മക്കളെ വേറെ കണ്ടു. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഈ അറിവ് എനിക്ക് പെട്ടെന്ന് കിട്ടി. അറിവ് കിട്ടിയപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്കല്ല പോകാൻ തോന്നിയത്, മറിച്ച് ഇതെന്റെ ഡ്യൂട്ടിയാണ്. ചെങ്കോലും കിരീടം എന്നെ ഏൽപ്പിച്ചതാണല്ലേ. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ടിരിക്കാൻ. രാജ്യം ഭരിക്കുന്നു ചക്രവർത്തി എന്ന് എനിക്ക് തോന്നിട്ടേയില്ല. സദാസമയവും അദ്ദേഹത്തിന്റെ പൂജ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഓരോ കർമ്മ മേഖലയിലും നമുക്കും തോന്നേണ്ടത്. ഏതാണോ നമ്മുടെ സ്വധർമ്മം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നന്നായിട്ട് ചെയ്യുക. അത് ഈശ്വരന്റെ പൂജയാണ്. അപ്പൊ നമുക്ക് ഒരു വിധത്തിലുള്ള ഹാങ് ഓവറും വരില്ല. ഇതിപ്പോ രാവിലെ വരെ വൈകുന്നേരം വരെ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ പറയും, യോ ജോലി ചെയ്ത് ക്ഷീണിച്ചു, ഹാങ് ഓവർ ആയി, 2 ദിവസത്തിന് ഒന്നും പറയണ്ട. ഇതെന്തുകൊണ്ടാണ് വന്നത്? അത് അഹങ്കാരത്തോടുകൂടി നമുക്ക് ആ ജോലിയില്ലേ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ്. നേരെ മറിച്ച് പല മഹാത്മാക്കളും 17-18 മണിക്കൂർ ഓരോ ദിവസവും വർക്ക് ചെയ്തിട്ട് നേരം പ്രഭാതമാകുമ്പോൾ വീണ്ടും ചിരിച്ചു വീണ്ടും വരുന്നു ജോലി ചെയ്യാനല്ലേ. ഒരു ക്ഷീണവും അവർക്കില്ലല്ലോ. കാരണം അഹങ്കാരരഹിതമായ ഭഗവത് പൂജയോടുകൂടിയാണ്, ആ ഭാവത്തോടെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഹാങ് ഓവറും വരാത്തത്. ഈ ഒരു ഭാവം ഉണ്ടാവണം കർമ്മത്തോട്. അതുകൊണ്ട് 26ാമത്തെ ശ്ലോകം, അന്യേതേവമജാനന്തഃ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേപി ചാതിതരം ദേവാ മൃത്യും ശ്രുതിപരായണാഃ. ഈ വിധം അറിഞ്ഞുകൂടാത്ത ഏവം അജാനന്ദ അന്യേതു മറ്റുള്ളവരാവട്ടെ, അന്യേഭ്യ ശ്രുത്വ അന്യരിൽ നിന്നും കേട്ടിട്ട് ഉപാസതേ ഉപാസിക്കുന്നു. ശ്രുതിപരായണാത്തെ അപി കേട്ടറിയുന്നവരിൽ തൽപരരായ അവരും മൃത്യും അതിതരന്തി ഏവ ഈ മൃത്യു സംസാരത്തെ കടക്കുക തന്നെ ചെയ്യുന്നു. അപ്പൊ ചില യോഗ്യരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ ഉപദേശം കേട്ടിട്ട്, അതായത് നിങ്ങൾ കൊടുക്കുന്ന കാര്യം കേട്ടിട്ട് നിങ്ങളെക്കാളും ചിലപ്പോൾ ഉയർന്നു വരാം. അപ്പൊ നിങ്ങൾ ദിവസവും ഗീത കേൾക്കാൻ വരുന്നു, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്ക് കേൾക്കാൻ വരാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെന്നിട്ട് ഈ കേട്ട കാര്യങ്ങളെ കുറച്ചുകൂടെ മസാലയൊക്കെ ചേർത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ചെയ്യണം അങ്ങനെ. അപ്പൊ എന്തായി? കേട്ട കാര്യങ്ങൾ തീവ്രതയോടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മളെക്കാളും മുന്നേ അവർ ഈശ്വരതത്വത്തെ പ്രാപിക്കും. കാരണം ശ്രദ്ധയാണ് ഇവിടെ മുഖ്യമായിട്ടുള്ളത്. മാത്രമല്ല, ഈ കേൾക്കുന്ന ശ്രോതാക്കൾ തന്നെ വ്യക്താക്കളെക്കാളും യോഗ്യരായ ശ്രോതാക്കൾ ഉണ്ടാവും അല്ലേ? അനേക ജന്മങ്ങളിൽ ആർജിച്ചതായ നല്ല സംസ്കാരങ്ങള് ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് വ്യക്താവിനേക്കാളും ഇതിൽ അധികാരികളാവും.
അവർക്ക് അല്പശ്രവണം കൊണ്ട് തന്നെ നമ്മളെക്കാൾ വേഗത്തിൽ ഈ ഭഗവത് തത്വത്തെ പ്രാപിക്കാനും സാധിക്കും. അതുകൊണ്ട് ഒരാളെയും നമ്മുടേതായ രീതിയിൽ നമ്മൾ വിലയിരുത്താൻ പോവരുത്. ഓ, ഞാൻ ഇത്ര വർഷമായിട്ട് ഗീത കേൾക്കാൻ പോകുന്ന ആളാണ്, 10 വർഷമായിട്ട് സ്റ്റഡി ക്ലാസ് മെമ്പറാണ്. ഇതൊന്നുമല്ല യോഗ്യത, അല്ലേ? അത് ഈശ്വരനെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സ്വയം പഠിക്കുവാൻ അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അനുഷ്ഠാനങ്ങളിലൂടെ ഹൃദയ സംശുദ്ധി നേടി എത്രയോ പേരുണ്ട്, മാലിന്യമില്ലാത്ത അന്ധകരണത്തോടു കൂടിയവർ. അതുകൊണ്ട് അവർക്കിതൊക്കെ ഒന്ന് കേട്ടാൽ കർപ്പൂരം പോലെ ചാടിപ്പിടിക്കും, അല്ലേ? കൂടുതൽ ശ്രദ്ധയുണ്ടാവുന്നു. തേബി അതിതരന്തി, അവരും അതിക്രമിക്കുന്നു. എന്തിനെ? മൃത്യുവിനെ തരണം ചെയ്യുന്നു. ഇവിടെ വെച്ച് ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നോക്കൂ, കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഗീത നമ്മളാരും കേൾക്കുന്നില്ല. അത് കേൾക്കുന്ന സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നതായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? അന്യേ ദേവി. അപ്പൊ സഞ്ജയൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്ര ശ്രദ്ധയുണ്ടെങ്കിൽ കൂടുതൽ തീവ്രതയോടെ നമ്മളിതിനെ അനുഷ്ഠിച്ചാല് ഒരുപക്ഷെ അർജുനനേക്കാൾ കൂടുതൽ ഈ ഗീത ശ്രവിച്ചാരാണ്? ഒരു സംശയമില്ല, സഞ്ജയനാണ്. നേരിട്ട് കേട്ടയാളാണ്, അല്ലേ? അങ്ങനെ നേരിട്ട് കേൾക്കാത്തവർ പോലും ശ്രദ്ധയോടുകൂടി മൃത്യുവിനെ അതിക്രമിക്കുന്നു. അപ്പൊ മൃത്യുവിനെ തരണം ചെയ്യുന്നത് മൃത്യു നമ്മുടെ സ്വഭാവമല്ല എന്ന ബോധ്യം വന്നതുകൊണ്ടാണ്. കാരണം മൃത്യു എന്ന് പറയുന്നത് തന്നെ അതിശക്തമായൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പൊ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ സ്വപ്ന ദൃശ്യങ്ങൾ മുഴുവൻ അപ്രത്യക്ഷമാവുന്നത് പോലെയാണ്. ഇവിടെ നിന്ന് നമ്മൾ പ്രബുദ്ധരായി കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ജീവിത രീതികളൊക്കെ വ്യർത്ഥമാണെന്ന അനുഭവം ആ നിമിഷം നമുക്കുണ്ടാവും. അതിനാൽ മരണത്തെ അനായാസേന തരണം ചെയ്യുന്നതാണ് ഭഗവത്ഗീതയുടെ ശ്രവണം. ഭഗവത്ഗീത യഥാശക്തി ശ്രവണം ചെയ്യുന്ന ഏതൊരാൾക്കും വാസ്തവത്തില് ആ പ്രയോജനം ഈ നിമിഷം തന്നെ ലഭിക്കുന്നതാണ്. മരണം വരെ കാത്തിരിക്കുമെന്ന് വേണ്ട, ഈ ശ്രവണം തന്നെ, ശ്രദ്ധയോടുള്ള ശ്രവണം തന്നെ മൃത്യുവിനെ അതിക്രമിക്കുന്നു നമ്മൾ. അതുകൊണ്ട് 27 യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി പരദർശഭ. ഹേ ഭരതർഷഭ, അർജുന, സ്ഥാവര ജംഗമം, സ്ഥാവരമോ ജംഗമോ ആയി, യാവത് കിഞ്ചി സത്വം, ഏതെങ്കിലും ഒന്ന് ഉണ്ടാകുന്നുവോ, സംജായതേ തത് ക്ഷേത്രജ്ഞ സംയോഗാത്, അത് ക്ഷേത്രജ്ഞന്മാരുടെ സംയോഗം കൊണ്ടാണെന്ന വിദ്ധി അറിഞ്ഞുകൊള്ളുക. ഹേ ഭരതകുലത്തിൽ ജനിച്ച ശ്രേഷ്ഠനായവനേ ഋഷഭ. ഇത് ഭഗവത്ഗീത കേൾക്കുന്ന എല്ലാവരോടുമുള്ള അഭിസംബോധനയാണ്. ഇപ്പൊ നമ്മളെ കുറിച്ച് അത്ര വലിയ അഭിപ്രായമൊന്നും നമുക്കില്ലെങ്കിൽ പോലും നമ്മളൊക്കെ ശ്രേഷ്ഠന്മാരാണ്. ഋഷഭൻ, ഋഷഭം എന്ന് വെച്ചാൽ കാള, ഭഗവാന്റെ വാഹനാണ്, അല്ലേ? കാർഷിക രാജ്യമായ ഭാരതത്തില് ഊർജത്തിന്റെ പ്രതീകമാണ് കാളകൾ. ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങള് അവരൊന്നും പൂർണ്ണമായിട്ടും ഉപഭോഗം ചെയ്യുന്നില്ല, മറ്റുള്ളവർക്ക് കൂടിയാണ്, അല്ലേ? കാള എന്താ ഇവിടുന്ന് തിരിച്ചെടുക്കുന്നത്? നെല്ലൊക്കെ നമുക്ക് ധാന്യങ്ങളൊക്കെ തരും, വൈക്കോലും മാത്രം, അല്ലേ? ചോറൊക്കെ വെച്ച് അതിന്റെ വെള്ളം മതി, പഴമൊക്കെ തന്ന അതിന്റെ തോല് മതി. നമുക്ക് ആവശ്യമില്ലാത്തത് മാത്രം സ്വീകരിക്കുന്നു, അല്ലേ? എന്നിട്ട് എല്ലാ വിളവും നമുക്ക് തരുന്നു, എല്ലാം മറ്റുള്ളവർക്ക് നൽകും. വാസ്തവത്തിൽ ഇത് നേതൃത്വത്തിലിരിക്കുന്നവർക്കുള്ളൊരു സന്ദേശവും കൂടിയാണല്ലേ. ഓരോ ലീഡറും കാണേണ്ടത് ഈ ഋഷഭനെ, ഭരത ഋഷഭ എന്നാ വിളിച്ചതല്ലേ. ലീഡർമാർ ഇങ്ങനെയാ വേണ്ടത്.
എടുക്കുന്നതിലധികം കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രതിജ്ഞയിലുണ്ടല്ലോ അല്ലേ? ഏറ്റവും കുറച്ച് സമൂഹത്തിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുക, അങ്ങോട്ട് കൊടുക്കുക. മനുഷ്യനൊഴികെയുള്ള ഈ പ്രകൃതിയിൽ മുഴുവൻ ഇതാ കാണുന്നത്. ഒരു മാവ് നിറയെ പൂക്കും, നിറയെ കായ്ക്കും, പറിച്ചെടുക്കാൻ പാകുന്ന താഴ്ന്നും തരും. ഒരെണ്ണം പോലും ഒരു പഴം പോലും അത് തിന്നുന്നില്ല. എന്നിട്ട് നമ്മൾ പറയും, എന്തോ ഞാൻ വെച്ച മാവാണ്, എന്റെ അൽഫോൺസാണ്, എന്റെ സിന്ദൂരാണ്, ഇല്ലേ? എന്താ ടേസ്റ്റ്? നമ്മളെല്ലാവർക്കും അഭിമാനിക്കുന്നതിൻ്റെ അത്. മാവന് എന്തെങ്കിലും അഭിമാനം ഉണ്ടോ? ഇതല്ലേ എല്ലാ പക്ഷികളും മൃഗങ്ങളും പശുവിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ആഹാരം. അത്രയും നേരത്തെ പറഞ്ഞ വൈക്കോലും പിണ്ണാക്കും ഒക്കെ കൊടുക്കുന്നുള്ളൂ അല്ലേ? ശ്രേഷ്ഠമായ പാലും വെണ്ണയൊക്കെ ആയിട്ട് തിരിച്ചു തരുന്നു. പ്രകൃതി മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പാഠമാണ്. പക്ഷെ നമ്മുടെ ഫിലോസഫി എന്താണ്? കൈക്കോട്ട് ഫിലോസഫി. ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, അങ്ങോട്ട് കൊടുക്കുന്നില്ലേ? പരമാവധി ഇങ്ങോട്ട് കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നുള്ളൂ. സ്വാർത്ഥത. അപ്പൊ നമ്മൾ അനുസ്മരണീയരാവുന്നത് അനുകരണ യോഗ്യമാവുമ്പോഴാണ്. മറ്റുള്ളവർക്ക് നമ്മളെ അനുകരിക്കാനുള്ള ഒരു ഭാവം ഉണ്ടാക്കുക നമ്മുടെ കർമ്മത്തിലൂടെ. അർജുനൻ ഒരു സന്യാസിയല്ല, നേതൃത്വം നിലയിൽ നിൽക്കുന്ന ഒരാളാണ്. മാതൃകാ പുരുഷനാവേണ്ട ആളാണ്, ലീഡറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അർജുനൻ കൂടുതൽ കൂടുതൽ സൃഷ്ടിക്കുകയും കുറച്ചു മാത്രം എടുക്കുകയും വേണ്ട ആളാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും തന്റെ നിലനിൽപ്പിന് ആവശ്യമായത് മാത്രം സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോ ഒരു നേതൃത്വ നിരയ്ക്ക് വേണ്ട ഗുണമുള്ള ആയതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനനെ ഭരതർഷഭ എന്ന് അഭിസംബോധന ചെയ്യുക. ഓരോ അഡ്രസ് ചെയ്യുന്നതിനും ഓരോ അർത്ഥമുണ്ട് ഇവിടെ. ഹേ ഭരതർഷഭ, യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം. സത്വം എന്നാല് ഈ പ്രപഞ്ചത്തിൽ ഏതൊരു പദാർത്ഥമാണോ ഉണ്ടായത് അത് സ്ഥാവരമാവാം, ജംഗമമാവാം, ചലിക്കുന്നതാവാം, ചലനമില്ലാത്തതാവാം. സ്ഥാവര ജംഗമം, ചലിക്കുന്നതും ചലിക്കാത്തതുമായ പദാർത്ഥങ്ങൾ. സ്ഥാവരം ഒരു സത്യം, ജംഗമം മറ്റൊരു സത്യം. അതൊക്കെ എന്താണ്? ക്ഷേത്രജ്ഞ സംയോഗ. അതൊക്കെ ക്ഷേത്രജ്ഞ സംയോഗമാണ്. കാരണവും കാര്യവും തമ്മിലുള്ള ബന്ധം കൊണ്ടുണ്ടായതാണ്. അങ്ങനെയേ ഉണ്ടാവൂ. പ്രകൃതിക്ക് സ്വയം നിലനിൽപ്പില്ല. പിന്നെയോ ഇതൊക്കെ എങ്ങനെയാ ഉണ്ടായത്? ഇതാണ് ഒരു അസാമാന്യമായിട്ടുള്ള കല. എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായതുകൊണ്ട് നമുക്കതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അതിൽ സമർപ്പിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം മറ്റുള്ള വിഷയം പോലെ ഇതിനെ തെളിയിക്കാൻ സാധിക്കില്ല. ആധ്യാത്മികമായ വിഷയം അന്വേഷിക്കുന്ന ആളിനെ ഇല്ലാതാക്കുന്നതാണ്. നമ്മളതിനെ അന്വേഷിക്കാൻ പോയ ആള്, ആ അന്വേഷിക്കുന്നയാൾ അവസാനം സ്വയം അപ്രത്യക്ഷമാവും. അഹങ്കാരം ഇല്ലാതാവും. അഹങ്കാരമില്ലാതാവുന്നതാണ് പൂർണ്ണതയുടെ ലക്ഷണം. അതാണ് അനന്തതയെ പ്രാപിക്കുക, മരണത്തിന് അതീതമാവുക എന്ന് വെച്ചാൽ. മൃത്യുവിനെ അതിജീവിക്കാന്ന് പറഞ്ഞില്ലേ? ഇതാണ്. അതിനാൽ ഈ പ്രപഞ്ചത്തില് ഏതൊക്കെ പദാർത്ഥങ്ങളുണ്ടോ അതൊക്കെ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള സംയോഗം കൊണ്ടുണ്ടായതാണ്. ക്ഷേത്രജ്ഞ സംയോഗ. അങ്ങനെ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഇനിയുള്ള വർണ്ണനയൊക്കെ. അത് നമുക്ക് നാളെ കാണാം. ഇന്ന് കുറച്ചുകൂടെ ജനറലായിട്ട് കുറച്ചുകൂടെ കാര്യമുണ്ട് പറയാനായിട്ട്. ബുക്കൊക്കെ അടച്ചു വെച്ചോളൂ. അപ്പം നാളെ നമ്മുടെ ഗീതാജ്ഞാന യജ്ഞം അവസാനിക്കുകയാണ്. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി നമുക്കറിയാം, ഒരു പത്രപ്രവർത്തകനായിട്ട് ഔദ്യോഗിക ജോലിയൊക്കെ ആരംഭിച്ചതാണ്. നാഷണൽ ഹെറാൾഡിൽ ഇതിനെ ധാരാളം ആർട്ടിക്കിളൊക്കെ എഴുതി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ലേഖനങ്ങളൊക്കെ വന്നു. അങ്ങനെ ഗവൺമെൻറ് നോട്ടപ്പുള്ളിയായി. അവസാനം പിടിക്കപ്പെട്ട് അവരെ ക്രൂരമായ മർദ്ദനങ്ങൾക്കൊക്കെ ഇരയായി. ജയിലിൽ മരണത്തിൻ്റെ സംഖ്യ കൂടിയത് കൊണ്ട് മാത്രം
ന്യൂമോണിയ ബാധിച്ച അദ്ദേഹത്തെ തെരുവീതിയിൽ കൊണ്ട് ഉപേക്ഷിച്ചവര്. എന്നാൽ ഒരു പുനർജന്മം തിരിച്ചു കിട്ടി, രണ്ടാമതൊരു ജന്മം കിട്ടി. അദ്ദേഹം തിരിച്ചു വരുന്നു. വീണ്ടും തന്റെ പത്രത്തിലേക്കുള്ള ആർട്ടിക്കിള് ശേഖരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു ദിവസം ഈ രാജ്യം ഇത്രമാത്രം പട്ടിണി കൊണ്ട് യുദ്ധം കൊണ്ടൊക്കെ കഷ്ടപ്പെടുമ്പോൾ ഹിമാലയത്തിൽ 10,000-കണക്കിന് സന്യാസിമാര് അലസ ജീവിതം നയിക്കുകയാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി ഋഷികേശിലേക്ക് വണ്ടി കയറിയതാണ്. എന്നാൽ ആ ഋഷികേശിൽ ഏതാനും ദിവസത്തെ താമസം കൊണ്ട് പൂർവാശ്രമത്തിലൊരു ഡോക്ടർ കൂടിയായിരുന്ന ശിവാനന്ദ സ്വാമികളുടെ ആ പ്രവർത്തനം കാണുകയാണ്. രോഗികളെ ശുശ്രൂഷിക്കുന്നു, ഗീത പ്രഭാഷണം ചെയ്യുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, ഭക്ഷണം വിതരണം ചെയ്യുന്നു, അല്ലേ, പുസ്തകം എഴുതുന്നു. ദിവസം 17-18 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു കർമ്മയോഗിയാണ് അവിടെ കണ്ടുമുട്ടിയത്. അങ്ങനെ 2 ദിവസം താമസിക്കാൻ പോയ അദ്ദേഹം ദിവസങ്ങളോടും ആഴ്ചകളോടും താമസിക്കുന്നു. പിന്നീട് അത് സ്ഥിരമാകുന്നു. അങ്ങനെ ആ സൗഹൃദം വളർന്ന് അവസാനം 1949 ഫെബ്രുവരി മാസം ശിവരാത്രി നാളില് അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നതിലെത്തി. പിന്നീട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഉത്തരകാശിയിലേക്ക് നടന്നു പോകുന്നു, തപോവൻ മഹാരാജിന്റെ അടുക്കൽ നിന്നും ഈ ശാസ്ത്രം പഠിക്കാൻ. അവിടെ വർഷങ്ങളോളം ആ ഗുരുസേവയൊക്കെ ചെയ്തുകൊണ്ട് ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രമൊക്കെ പഠിക്കുന്നു. പിന്നീട് ഈ പഠനമൊക്കെ ഏകദേശമായപ്പോൾ ഗീതയൊന്നും ശരിക്കും പഠിപ്പിച്ചിട്ടില്ല തപോവൻ സ്വാമികള്. ഗുരുദേവൻ ഗീതയാണ് പ്രചരിപ്പിച്ചതെങ്കിലും തപോവൻ സ്വാമിയുടെ ഗീത അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം. ഉപനിഷത്തൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ തപോവൻ സ്വാമിയുടെ ആരോഗ്യമൊക്കെ വളരെ ക്ഷയിച്ചു. അപ്പൊ പറഞ്ഞത്, ചിന്മയ, ഇനി നീ സ്വയം വായിച്ചാൽ മനസ്സിലാവുമെന്നാണ്. അതാണ് നല്ലൊരു ഗുരുവിനെ, ശിഷ്യന് അത്രമാത്രം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, ഈ അറിവില്ലാത്തത് കൊണ്ടല്ലേ ജനങ്ങൾ ഈ പല ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ഇത് നമ്മുടെ ട്രഡീഷനിൽ എഴുതി വെച്ച് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക. പക്ഷെ ഗുരുനാഥ് സമ്മതിച്ചില്ല. വീണ്ടും ഗംഗയുടെ തീരത്തിലിരുന്നപ്പോ ഗംഗ പറഞ്ഞ പോലെ, സിനിമ നീ എന്നെ കണ്ടുപഠിക്കൂ, ഞാൻ ആ ഗോമുഖം ഉത്ഭവിച്ച് താഴോട്ടൊഴുകി എത്രയോ പേരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇതുപോലെ നീ താഴോട്ട് പോകുമോ എന്ന് പറഞ്ഞതുപോലെ തോന്നി. അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ട് അവസാനം ഗുരുനാഥന്റെ സമ്മതം കിട്ടി. പൂനെയിലെത്തി. ആദ്യത്തെ ഒരു ജ്ഞാനയജ്ഞം. അപ്പൊ സംഘാടകര് പറഞ്ഞു, ഇവിടെ ആരും കേൾക്കാൻ വരില്ല. ഇന്നും പല അമ്പല കമ്മിറ്റിയും പറയാറുണ്ടല്ലേ, ഇതൊന്നും കേൾക്കാൻ ആരും വരില്ല. അതുപോലെ തന്നെ അന്നും പറഞ്ഞു. അദ്ദേഹം തന്നെ സ്വയം മൈക്രോഫോണൊക്കെ വാടകയ്ക്കെടുത്ത്, സൈക്കിളൊക്കെ വാടകയെടുത്ത് പലയിടത്തും പ്രചരണമൊക്കെ ചെയ്തു. അവസാനം 1951 ഡിസംബർ മാസം 31-ാം തീയതി വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആൾക്കാരിങ്ങനെ ഒഴുകി വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ഒറ്റ മനുഷ്യന്മാരും വന്നില്ല. ആകെപ്പാടെ അമ്പലത്തിൽ 2-3 പേരുണ്ട്. പിന്നെ 2-3 പേര് പിന്നെയും വന്ന വിരളിലുണ്ടാവുന്ന ആൾക്കാർ. അദ്ദേഹം പെട്ടിയും ഇടയ്ക്ക് തിരിച്ചു പോയില്ല. ആ വന്ന ആൾക്കാരെ വെച്ച് അതിഗംഭീരമായിട്ട് സംസാരിച്ചു. തന്റെ സ്വപ്നങ്ങളൊക്കെ അവരോട് പങ്കുവെച്ചു. എന്താണ് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ അവരോട് പങ്കുവെച്ചു. വലിയ സദസ്സിനോട് പറയുന്നത് പോലെ. പിന്നീട് 42 വർഷം കൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ എത്രയോ നൂറുകണക്കിന് ഇരട്ടിയായിട്ട് സത്യമാക്കുകയും ചെയ്യുന്നു. അതാണ് ഈ സത്യസങ്കല്പായ നമ എന്ന് പറഞ്ഞാൽ. മഹാത്മാക്കളുടെ വിചാരങ്ങൾ ഒരിക്കലും വ്യർത്ഥമാവില്ല. അതത്രയും ആത്മാർത്ഥമായിരുന്ന വാക്കുകളായിരുന്നു. ആ പ്രസംഗം കേൾക്കണം. സ്വാമിയുടെ ജീവചരിത്രമുണ്ട്, അതിലും വായിച്ചിട്ടുണ്ടോ? ജേർണി ഓഫ് എ മാസ്റ്റർ, അങ്ങനെ ബുക്ക് വായിച്ചിട്ടുണ്ടോ? വായിക്കണം, ഇംഗ്ലീഷിലുണ്ട്. അതിന്റെ മലയാളം പതിപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മലയാളത്തിൽ കിട്ടും. ഞാൻ എൻ്റെ അഡ്രസ്സ് തരാം, നിങ്ങൾക്ക് എഴുതിയാൽ വീട്ടിലെത്തിച്ചു തരുവരും. എറണാകുളത്ത് നിന്ന് കിട്ടും. അതിന്റെ വില 300 രൂപയാണ്. 50% ഡിസ്കൗണ്ടോടെ വെറും 150 രൂപയ്ക്ക് കിട്ടും. വലിയ ബുക്കാണ്. അതിൻ്റെ അത് നാൻസി പാച്ചൻ, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇംഗ്ലണ്ടില്. 86-87 വയസ്സുണ്ട്. 25 വർഷം സ്വാമിജിയുടെ കൂടെ ഈ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചതാണ്, വിദേശ യാത്രയിലെല്ലാം. അങ്ങനെ ഇവിടെ താമസിച്ച് ശരിക്കും അവർ ഈ ലേഖനം എഴുതാൻ വേണ്ടി കാളവണ്ടിയിലൊക്കെ ഹിമാലയത്തിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. അങ്ങനെയാണ് സ്വാമിയുടെ ചരിത്രം എഴുതിയിരിക്കുന്നത്. അത് വെറും ഒരു സ്വാമിയുടെ ചരിത്രം മാത്രമല്ല, നമ്മുടെ ഭാരതീയ ആധ്യാത്മിക ചരിത്രം മുഴുവൻ അതിൻ്റെ അകത്തുണ്ട്. അതാ രസം. ശ്രീബുദ്ധന്റെ കാലം, ശങ്കരാചാര്യ കാലം, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ, ഇവരൊക്കെ അത് പ്രതിപാദിക്കുന്നതാണ്. ശരിക്കും ഒരു ആധ്യാത്മിക റെഫറൻസ് ഗ്രന്ഥമാണ് വായിച്ചിരിക്കുന്നത്. സ്വാമിജിയെ കുറിച്ചുള്ള ഈ ഫസ്റ്റ് ചെയ്ത ആ ടോക്ക് ഫുള്ളും പൂർണ്ണ രൂപത്തിൽ അതിൻ്റെ അകത്തുണ്ട്. 51 ആദ്യം സ്വാമി ചെയ്ത ആ ടോക്ക് അതേപടി അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതാ പറയാൻ കാരണം. അപ്പോ അതിനുശേഷം ദിവസങ്ങളോളം കഴിഞ്ഞു. ആൾക്കാരെ എണ്ണം കൂടി വന്നു.
പിന്നീട് ഓരോ ആഴ്ചയിലും സംഘാടകർക്ക് പന്തൽ പൊളിച്ചു പറയേണ്ടി വന്നു. 108 ദിവസം, അവസാനമൊക്കെ 3000 പേര് ആൾക്കാരാണ് വന്നത്. പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ ജ്ഞാനയജ്ഞം ചെന്നൈയിലാണ്. പക്ഷെ അവിടെ പ്രതീക്ഷിച്ച പോലെയല്ല, നല്ല എതിർപ്പുണ്ടായിരുന്നു. അവിടുത്തെ യാഥാസ്ഥിതിക ആൾക്കാരൊക്കെ എതിർക്കാൻ വന്നു. ഈ സംസ്കൃതത്തിലുള്ള വേദഭാഷയിലുള്ള മന്ത്രങ്ങളൊക്കെ മേച്ച ഭാഷയെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നാവ് കൊഴുത്തു പോകുന്ന ശപിക്കാൻ പോലും ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് അന്നത്തെ ശങ്കരാചാര്യൊക്കെ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ 41 ദിവസം നീണ്ടുന്ന ഉപനിഷത്ത് യജ്ഞം ചെന്നൈയിൽ നടക്കുകയാണ്. ആദ്യമൊക്കെ എതിർത്ത ആൾക്കാരൊക്കെ പിന്നീട് കേൾക്കാൻ വന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾ കാണാതെ പഠിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും ഗംഭീര അർത്ഥമുണ്ടെന്ന് അവർക്ക് ബോധ്യത്തോടുകൂടി അവരെ സ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തന്മാരായിരുന്നു. അന്ന് എതിർത്ത ആൾക്കാർ തന്നെ. പിന്നീട് സ്വാമിജി 3ാമത്തെ യജ്ഞത്തിന് ഡൽഹിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ 2ാമത്തെ യജ്ഞം കേട്ട ആൾക്കാർക്ക് ഒരു വലിയ വിഷമം. ഇപ്പം നമ്മൾ ഒരാഴ്ച യജ്ഞം അടുപ്പിച്ച് കേട്ട് പിറ്റേ ദിവസം യജ്ഞം ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്കൊരു വിഷമം വരും അല്ലേ? എന്നും വന്നവരാണെങ്കിൽ അത് അപ്പം 41 ദിവസം കേട്ടവരാണെങ്കിലോ? അപ്പൊ അവര് തീരുമാനിച്ചു ഈ കേട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അങ്ങനെയാണ് ആദ്യത്തെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു 100 ആൾക്കാർ അവിടെ ഒരുമിച്ച് കൂടി അവരാഴ്ചയിൽ ഈ കേട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊരു വിങ്ങുണ്ടായി. അങ്ങനെ അത് സജീവമായിട്ട് ആ സ്റ്റഡി ഗ്രൂപ്പ് ഇങ്ങനെ വികസിച്ചു വന്നു. ഒരു ദിവസം ചിലർ പറഞ്ഞു നമുക്ക് ഇതിനൊരു പേരിടാം, ഈ സ്റ്റഡി ഗ്രൂപ്പ്. അപ്പൊ ഒരാൾ പറഞ്ഞു നമുക്ക് ചിന്മയ മിഷന് പേരിടാം. അപ്പൊ സ്വാമിക്ക് എഴുതുവരെ. അപ്പൊ സ്വാമി പറഞ്ഞു എൻ്റെ പേരിൽ മിഷനൊന്നും ആവശ്യമില്ല, എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. അപ്പൊ അവർ പറഞ്ഞു സ്വാമിയുടെ പേരൊന്നും അല്ലല്ലോ, സ്വാമിനെ പറഞ്ഞിട്ടില്ല ചിന്മയ എന്ന് പറഞ്ഞാൽ പരമമായ ജ്ഞാനം, അതിനെ പ്രചരിപ്പിക്കാനുള്ളൊരു ഗ്രൂപ്പ്, അത്രയേ ഉള്ളൂ. അങ്ങനെ സ്വാമിയുടെ സമ്മതത്തോടുകൂടി 1953 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഈ 2ാമത്തെ യജ്ഞം കേട്ട ഭക്തന്മാര് ചെന്നൈയിൽ രൂപീകരിച്ചാണ് ചിന്മയ മിഷൻ. ഇന്നും പലരും പറയാറുണ്ട് ചിന്മയ മിഷന്റെ ഫൗണ്ടർ ചിന്മയ സ്വാമിയാണെന്നല്ല. ശരിക്കും പറഞ്ഞാൽ ചിന്മയ മിഷൻ സ്ഥാപിച്ചത് ചിന്മയ മിഷൻ അല്ല, ചിന്മയ സ്വാമി അല്ല, ഈ 2ാമത്തെ യജ്ഞം കേട്ട ഭക്തന്മാരാണ്. സ്വാമിജി പിന്നീട് തന്നെ വളർത്തിയെടുത്തേ ഉള്ളൂ. അങ്ങനെ പിന്നീടത് 42 വർഷങ്ങൾ. ഇന്ന് ചിന്മയ മിഷൻ ഏകദേശം 45ഓളം രാജ്യങ്ങൾ, 400-ലധികം ചിന്മയ മിഷൻ സെന്ററുകള്, 400-ലധികം ഫുൾ ടൈം സന്യാസിവര്യന്മാര്, അവരുടെ നേതൃത്വത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് ഇന്നത് മാറി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കൊച്ചു കേരളത്തിൽ ജനിച്ച ഒരാള് ഉത്തരകാശിയിൽ നിന്നും വെറും കൈയായിട്ട് ഇറങ്ങി വന്ന ഇത് ഇത്രയും വലിയൊരു ആധ്യാത്മിക പ്രസ്ഥാനം അല്ലേ? അതാണ് ഒരു ചിന്മയ തപസ് എന്ന് പറയുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു അടിത്തറ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതായത് തനിക്ക് ശേഷവും ഇത് നടന്നു പോണല്ലേ, അപ്പൊ അനേകം ശിഷ്യന്മാരിലൂടെ ഉണ്ടാവണം. അതിനുവേണ്ടി 1960-കളില് മുംബൈയിൽ പവായിൽ സ്ഥാപിച്ച സാന്ദീപിനി സാധനാലയം എന്ന ഹിന്ദു സെമിനാരി, ഈ ശാസ്ത്രം പഠിക്കാൻ വേണ്ടി ഒരു സംവിധാനങ്ങള് ആചാര്യന്മാരെ വാർത്തെടുക്കുന്ന ഒരെണ്ണം, അങ്ങനെ അത് അവിടെ സ്ഥാപിച്ചു. അതിന്റെ ആദ്യ ബാച്ചൊക്കെ 60-കളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് 70-കളിലാണ് ഫസ്റ്റ് ബാച്ച്, ഏറ്റവും ഗംഭീരമായിട്ട് 100 പേരോളം അടങ്ങിയ ഒരു അംഗീകൃതമായ അതിന്റെ സ്ഥിതിയോടുകൂടിയുള്ള ഒരു ബാച്ച് നടക്കുന്നത്. നമുക്ക് ഇപ്പൊ തേജോമാൻ സ്വാമി, വിത്താൻ സ്വാമി, അങ്ങനെ ആ ബാച്ചൊക്കെയുള്ള ആദ്യത്തെ ബാച്ച് അതാണ്. 70-73 കാലഘട്ടത്തിലുണ്ടായിരുന്ന ആദ്യത്തെ 2ാമത്തെ ബാച്ച്. പൂജ്യ ഗുരുദേവ് തന്നെയാണ് മുഖ്യാചാര്യനായിട്ട്, ദയാനന്ദ സ്വാമി ഉപാചാര്യനായിട്ടുണ്ടായിരുന്ന ആ ബാച്ച്. പിന്നീട് ഓരോ 2.5 വർഷവും അല്ലെ 3 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ കോഴ്സ് നടന്നുകൊണ്ട് ഇപ്പൊ 19ാമത്തെ ബാച്ചാണ് ഇപ്പൊ നടക്കുന്നത്. അതിൽ കൂടി 100 കണക്കിന് ആചാര്യന്മാർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർ ചിന്മയ മിഷനിലും സ്വതന്ത്രമായിട്ടും മറ്റ് ആശ്രമങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സ്വാമിയുടെ ഒരു വീക്ഷണം. അപ്പൊ ഇത് പഠിക്കുന്നവരെല്ലാവരും ചിന്മയ മിഷൻ ആചാര്യന്മാരാണെന്നൊന്നും അവിടെ നിർബന്ധം പിടിച്ചിട്ടില്ല. പക്ഷേ ഈ വിദ്യ ഇങ്ങനെ കൊടുക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞാൽ ഉള്ള സ്വാതന്ത്ര്യം. ഇപ്പൊ ഞങ്ങളൊക്കെ ചേരുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം, ചേരുമ്പോൾ നമുക്ക് ഇഷ്ടമായിട്ട് വരുന്നതാണ്. പഠിക്കുന്ന സമയത്ത് ചിലർ ഇട്ടിട്ട് പോകുന്നുണ്ട്. പഠനം കഴിഞ്ഞും പിന്നീട് നമ്മളോട് വീണ്ടും ചോദിക്കും. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി പോകാം, ഒരു കുഴപ്പമില്ല. അയ്യോ ഇത്രയും നാൾ പഠിച്ചാലേ ബോണ്ട് നിങ്ങൾ, കാരണം ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നതേ, ഒരു പൈസയും ചോദിക്കില്ല, ഒരു സെക്യൂരിറ്റി, ഒരു ബോണ്ടും ഇല്ല, നിങ്ങൾക്ക് പഠിച്ചിട്ട് പോവാം. അങ്ങനെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇത് വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ചെയ്യില്ല. ഇതാണ് ഗുരുദേവന്റെ കാരണം. കാരണം
ഇവിടെ പഠിച്ചിട്ട് പോകുന്നവരെല്ലാം ഈ സംസ്കാരം പ്രചരിപ്പിക്കവരല്ലേ. അല്ലാതെ ചിന്മയ മിഷന്റെ അംബ്രലയിൽ മാത്രം നിന്ന് പ്രവർത്തിക്കണം ഒന്നും സ്വാമിക്ക് നിർബന്ധമില്ലായിരുന്നു. അത്രയും ഒരു വിശാലത, അതാണ് നമ്മുടെ ട്രഡീഷൻ. ഇന്ന് 8ഓളം സാന്ധ്യവിനികൾ ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്നു പല ഭാഷകളിൽ. മലയാളത്തിലുണ്ട്, തെലുങ്കിലുണ്ട്, തമിഴിലുണ്ട്, കന്നഡയിലുണ്ട്, ഹിന്ദിയിൽ ഹിമാചൽ പ്രദേശിലുണ്ട്, മറാത്തിയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇല്ലെന്ന് തോന്നുന്നു. പുരുഷോത്തമൻ സ്വാമിയുടെ ഒക്കെ ആശ്രമത്തിൽ അവിടെ ഉണ്ടായിരുന്നു. വിദേശത്ത് 2 സാന്ദീപിനികൾ, ഒന്ന് സൗത്ത് ആഫ്രിക്കയിലും ഒന്ന് അമേരിക്കയിലും. ഇങ്ങനെ ഏകദേശം 8ഓളം സാന്ദീപിനികൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ കൂടി 100 കണക്കിന് ആചാര്യന്മാര് ഇതുപോലെ പുറത്ത് വന്നുകൊണ്ടിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാല് സ്വാമിയുടെ ഏറ്റവും വലിയൊരു സംഭാവന. ഇങ്ങനെയൊരു തുടർച്ചയായിട്ട് ഈ ഒരു പരമ്പരയെ വാർത്തെടുക്കുന്ന ഒരു സംവിധാനം. ഇത്രയും കുറഞ്ഞ കാലം. മറ്റതൊക്കെ ഇപ്പൊ രാമകൃഷ്ണാശ്രമത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ 8 വർഷം 12 വർഷമൊക്കെയാണ് അല്ലേ. ഇന്നത്തെ ചെറുപ്പക്കാരൊന്നും അതിന് തയ്യാറാവില്ല. പക്ഷേ ഇത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇങ്ങനെ പഠിപ്പിച്ച് അവർക്ക് ഫീൽഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലേ. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള സംവിധാനം, ജനങ്ങളുടെ ഇടയിൽ, അല്ലാതെ ആശ്രമത്തിൽ വന്ന് പഠിക്കാനുള്ള, ജനങ്ങളുടെ ഇടയിലേക്ക് അവരെ വിടാനുള്ള സംവിധാനമാണ്. ഇതാണ് സാന്ദീപിനി സാധനാലയം. ഇപ്പോഴത്തെ പുതിയ ഭാഷ തുടങ്ങിയുള്ള ഹിന്ദി ഭാഷന്റെ ഇപ്പം അഡ്മിഷൻ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ മക്കളോ പേരക്കുട്ടികളൊക്കെ ഉണ്ട് വിടണം. അവര് സന്യാസിമാരൊന്നും അവിടെ ഉദ്ദേശിച്ച് പഠിക്കാനുള്ള അവസരം കിട്ടുന്നല്ലേ. 2 വർഷം പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വരട്ടെ, അവര് സമൂഹത്തിൽ പ്രവർത്തിച്ചോളും. അതാണ്. എത്രയോ പേരങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. പലരും വീട്ടിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ വിദേശത്തൊക്കെ ഉള്ളവർക്കും ഈ ഡ്രസ്സ് പോലും ഉണ്ടാവില്ല അല്ലേ. അവരിങ്ങനെ ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക. അതിനുള്ളൊരു സംവിധാനമാണ് കൊടുക്കുന്നത് സാന്ദീപിനിയുടെ. രണ്ടാമത്തത് എല്ലാ പ്രായത്തിലുമുള്ളവർക്കും ഈ വിദ്യ കൊടുക്കാൻ. കൊച്ചുകുട്ടികൾക്ക് ബാലവിഹാരം. ഇപ്പൊ പറഞ്ഞില്ലേ, ഓരോ ദിവസം ഇവിടെ നടക്കുന്ന പല സ്ഥലത്ത് നടക്കുന്ന ബാലവിഹാരങ്ങൾ. ഈ സംസ്കാരം കിട്ടിയതിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ എന്താ അറിയുന്നുണ്ട്. മറ്റുള്ളവർക്കൊക്കെ കിട്ടുന്നു. നമ്മളൊക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കും, അവർക്ക് മദ്രസ ക്ലാസ് ഉണ്ട്, സൺഡേ ക്ലാസ് ഉണ്ട്, നമുക്ക് മാത്രം ഒന്നുമില്ലെന്ന്. ഇല്ലഞ്ഞിട്ടാ ഇന്ന് രാജ്യത്ത് 10,000-കണക്കിന് ബാലവിഹാരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ചിന്മയ മിഷന്റെ കീഴിൽ തന്നെ. മറ്റു പല സംഘടനകളും ചെയ്യുന്നുണ്ട്. പക്ഷെ ചിന്മയ മിഷൻ മാത്രം നിസ്വാർത്ഥമതികളായ അനേകം സേവകന്മാരിൽ കൂടിയാണ് ഇത് ചെയ്യുന്നത്. നമുക്കൊക്കെ ഓരോ സേവികയാകാൻ പറ്റും. വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. കുട്ടികൾക്ക് കൊടുക്കാൻ ഇത്തിരി സ്നേഹം ഉണ്ടാകും നമ്മുടെ ഉള്ളിലല്ലേ. അതാണ് മെയിനായിട്ട്. കുട്ടികളെ കയ്യിലെടുക്കാനുള്ള അതിനുള്ള ട്രെയിനിങ് ഒക്കെ ചിന്മയ മിഷൻ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടിരിക്കും. ഗൈഡൻസ് ബുക്കുകളുണ്ട് നമ്മുടെ കയ്യിൽ, സിലബസ് ഉണ്ട്. ആഴ്ചയിൽ ഒരു 1-1.5 മണിക്കൂർ ഇതിനൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാല്, കാരണം ഇത് ചിലരുടെ മാത്രം ഡ്യൂട്ടി അല്ല. നമ്മളൊക്കെ വിചാരിക്കണം. പറഞ്ഞില്ലേ, വാനപ്രസ്ഥം എന്ന് പറയുന്ന പ്രസ്ഥമുണ്ട് നമുക്ക്. ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞ് ഒരു കാലം കണ്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ആധാരക്കെട്ടും താക്കോൽ കൂട്ടമൊക്കെ മക്കളെയും പേരക്കുട്ടികളൊക്കെ കണ്ട് ഏൽപ്പിക്കണം. ഇനിയുള്ള കാലം ഇത്രയും നാൾ അവർക്ക് വേണ്ടി ജീവിച്ചു അല്ലേ. ഇനി എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി കൊടുക്കണം എന്നൊക്കെ തോന്നൽ വരണം. അപ്പൊ അവിടെയാണ് നമ്മുടെ അറിവും കഴിവും ഒക്കെ ഇങ്ങനെ കൊടുക്കാൻ, സമൂഹത്തിന് കൊടുക്കാൻ ഏറ്റവും നല്ലത് ബാലവിഹാർ തന്നെയാണ്. അപ്പൊ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കഴിവില്ലെങ്കിൽ എവിടെയെങ്കിലും ബാലവിഹാരം ഉണ്ടെങ്കിൽ അവിടെ പോവുക, കുട്ടികൾക്ക് എങ്ങനെയാ എടുക്കുന്നതെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലേ. കൂടെ ഒന്ന് ഇരുന്ന് കൊടുക്കുക നമ്മൾ, അത്രയേ ഉള്ളൂ. എത്ര സൗകര്യമായിരിക്കും നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ. കാരണം ഒരു ദിവസം ക്ലാസ് എടുക്കുന്നില്ലാത്ത ഒരാളുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് റെഗുലർ ആയിരിക്കണം അല്ലേ. ഒരു 3-4 പേര് വേണം ഒരു ബാലവിഹാറിന്റെ കൂടെ തന്നെ. ശരിക്കും കോർഡിനേറ്റർ ഉണ്ടാവണം, അത് ക്ലാസ് എടുക്കുന്നവർ വേണം. ചിലർക്ക് ഓരോരുത്തർക്കും ചിലർക്ക് കഥ പറയാനായിരിക്കും, ചിലർക്ക് കളിപ്പിക്കാനായിരിക്കും, ചിലർക്ക് ആക്ടിവിറ്റി, ചിലർക്ക് പൂജയായിരിക്കും. അപ്പൊ പലരുണ്ടെങ്കിലോ കുട്ടികൾക്ക് വളരെ ലൈവ് ആവും അല്ലേ. അല്ലെ കുട്ടികൾക്ക് ബോറടിക്കും. ഇന്നത്തെ കാലത്ത് ഒരാൾ തന്നെ എടുത്തിരുന്നാൽ പല ഫേസ് കാണുമ്പോഴാണ്. ഇവിടെ ഒരാൾ എടുക്കുന്ന ഒരാൾ അടുത്ത ബാലവിഹാറിലേക്ക് നാളെ വേറെ ക്ലാസ്സിലേക്ക് അവർ പോകുന്നു, അങ്ങനെ ചേഞ്ച് ചെയ്യും. അപ്പൊ ബാലവിഹാരം ഇത് നമുക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. എനിക്ക് തോന്നുന്ന കേരളത്തിലേക്കാരൊക്കെ എളുപ്പമാണ് ഇവിടെയൊക്കെ ചെയ്യാൻ അല്ലേ. കാരണം അവിടെയാണ് കുട്ടികളെ കിട്ടാൻ ഇതിലും ബുദ്ധിമുട്ട്. പല കാരണങ്ങളുണ്ട്, അതിന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് പറ്റിയ പിന്നെ ഇവിടെ ഒന്ന് ട്രെയിനിങ് ഒക്കെ കിട്ടിയാൽ നമുക്ക് നാട്ടിൽ പോയാലും പിന്നീട് വിശ്രമ ജീവിതത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടെയും ചെയ്യാൻ പറ്റും. അതാണ് ബാലവിഹാരം. ബാലവിഹാറിന് മുമ്പും ഉണ്ട് അല്ലേ. എന്തായാലും ശിശുവിഹാറ്, ഇത് കൊച്ചു കുട്ടികൾക്ക് പോലെ. കാരണം പറഞ്ഞില്ലേ, ജനിക്കുന്നതിന് മുമ്പേ സംസ്കാരമായിട്ടാണ് വരുന്നതെങ്കിൽ ആ ചെറിയ സമയത്ത് അമ്മയും കുട്ടിയും കൂടി ഇരുത്തിയാണോ കൊടുക്കുന്നത് അല്ലേ. അമ്മമാർക്ക് കൂടെ കൊടുക്കുന്നത് ശിശുവിഹാറുകളുണ്ട്. പിന്നീട് യുവകേന്ദ്ര യൂത്ത്. അപ്പോ ഒരു 15-30 ഇടയ്ക്കുള്ള പ്രായത്തിൽ അവർക്ക് ഈ കഥയും കാര്യങ്ങളും മാത്രം പോരെ അല്ലേ, ഇത്തിരി ഗൗരവമായിട്ട് പഠിക്കണം. അപ്പൊ ഗുരുദേവൻ അവർക്ക് പ്രത്യേക ബുക്കുകളൊക്കെ, കിൻഡിൽ ലൈഫ്, അതുപോലെ ആത്മബോധം അല്ലെ, ആത്മവികാസം, ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചർച്ച ചെയ്യുക, അതനുസരിച്ച് ചർച്ചാ ക്ലാസ്സുകൾ, ഇതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യൂത്തിന് വേണ്ടി ഒത്തിരി പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്.
യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം എപ്പ് കോഴ്സ് ഒരു 3 മാസം നമ്മുടെ ആശ്രമങ്ങളിൽ ചെറുപ്പക്കാർക്ക്, ബിരുദധാരികളായ യുവതി യുവക്കന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു ഫ്രീ ആയിട്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞാൽ 9 മാസം സ്റ്റൈഫൻഡോടുകൂടി രാജ്യത്തുള്ള ഏതെങ്കിലും മിഷൻ സെന്ററിൽ സേവനം അനുഷ്ഠിക്കാൻ അവസരം കൊടുക്കും. ആ 1 വർഷം പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുക മാത്രമല്ല, അവരുടെ താല്പര്യമനുസരിച്ച് അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ അവർക്ക് ജോലിയും കൊടുക്കും. നമ്മുടെയൊക്കെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ക്വാളിഫൈഡ് ആൾക്കാരെ നമ്മൾ വാല്യൂ എഡ്യൂക്കേഷൻ അധ്യാപകരൊക്കെ ആയിട്ട് വെക്കുന്നു. ജസ്റ്റ് ഗ്രാജുവേഷൻ മാത്രം ഈ ട്രെയിനിങ് കിട്ടിയാൽ മതി. ഫുൾ സാലറി കൊടുത്തവരെ വെക്കുന്നത്. എത്രയോ പേരെ കിട്ടാതിരിക്കുന്നു നല്ല ക്വാളിഫൈഡ് ആൾക്കാർ. മാത്രമല്ല, ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പല ആൾക്കാർ സ്വന്തമായിട്ട് പലതും തുടങ്ങിയാന്ന് ജീവിക്കുന്നത് അല്ലേ. എത്രയോ പേര് നല്ല ഉയർന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇന്ന് ഇംഗ്ലീഷിൽ മാത്രമല്ല പ്രാദേശിക ഭാഷയിലും മലയാളത്തിലൊക്കെ ഉണ്ട് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പൊ ആശ്രമത്തിൽ സാന്ദീപിനി കോഴ്സിനൊക്കെ പോയില്ലെങ്കിലും മക്കളെ ഒരു വർഷത്തിന് ഇതിലൊന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട്, അതായത് ആ 3 മാസം കോഴ്സും ഒരു 9 മാസം ട്രെയിനിങ് ഉണ്ടെങ്കിൽ തന്നെ പലതും ഒരു പഠിക്കും. ഇതാണ് ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളൊരു വിങ്. പിന്നീട് പല പരിപാടി നടത്തുന്നുണ്ട് യങ്സ്റ്റേഴ്സിന് വേണ്ടി. ഓക്കെ, അതൊക്കെ മിഷനുമായിട്ട് അന്വേഷിക്കുക. മറ്റൊന്ന് ദേവി ഗ്രൂപ്പ്, അമ്മമാർക്ക് ഭജൻസ് ഗ്രൂപ്പ് ഉണ്ട്, ദേവി ഗ്രൂപ്പ് ഉണ്ട്, സ്റ്റഡി ഗ്രൂപ്പുകൾ, ഡിസ്കഷൻ ക്ലാസ്സുകൾ, സ്റ്റഡി ക്ലാസ്സുകൾ ഏതെങ്കിലും ആചാര്യന്മാരുടെ സഹായത്തോടു കൂടി ചെയ്യുന്നത്, അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വാനപ്രസ്ഥ സംസ്ഥാനം റിട്ടയർ ഒക്കെ ചെയ്താൽ പലർക്കും നിരാശയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്. നമ്മുടെ ശരിക്കും ജീവിതത്തെ ഏറ്റവും സുന്ദര കാലഘട്ടം വാനപ്രസ്ഥാണ് അല്ലേ. അത്രമാത്രം അറിവും കഴിവുണ്ടായിട്ട് വെറുതെ പോവുക നമ്മുടെ. അതൊക്കെ സമൂഹത്തിന് കൊടുക്കാനായിട്ടല്ലേ എന്തെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് സേവന മേഖലയിലേക്ക്. അപ്പം അതിനുള്ള വിങ്ങാണ് വാനപ്രസ്ഥ സംസ്ഥാൻ. ധാരാളം അവർക്ക് ക്യാമ്പുകൾ, പ്രത്യേകിച്ചും ആരോഗ്യത്തെക്കുറിച്ച് പലർക്കും ആശങ്ക ആ സമയത്തല്ലേ. അപ്പം അങ്ങനെയുള്ള ക്യാമ്പുകൾ വെക്കാം, നമുക്ക് തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കാം. അപ്പം അതിനുള്ള വിങ്ങാണ് വാനപ്രസ്ഥം. നോക്കൂ, കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർക്ക് വരെ ഏത് പ്രായത്തിലുമുള്ളവർക്കും ഈ അറിവ് കൊടുക്കുക. ഇതാണ് ചിന്മയൻ മിഷന്റെ പ്രഥമവും പ്രധാനമായ ദൗത്യം. ഇത് കൂടാതെ ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലയിലൊക്കെ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ. ധാരാളം ഹോസ്പിറ്റലുകൾ ചിന്മയ മിഷന്റെ പേരിലുണ്ട്. അതുപോലെ നേഴ്സിംഗ് ട്രെയിനിങ് സെന്ററുകളുണ്ട്. സോഷ്യൽ സർവീസിന് വേണ്ടി കോഡ് എന്ന പേരിൽ നമ്മുടെ എല്ലാ സ്റ്റേറ്റിലും അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇനി മറ്റൊരു സുപ്രധാന മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. അധ്യാത്മിക വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്ന പറഞ്ഞു. ഇത് കൂടാതെ ഔപചാരിക വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ 3 വിധത്തിലുള്ള പ്രവർത്തനമാണ്. ഒന്ന്, നമുക്ക് 100ഓളം ചിന്മയ വിദ്യാലയങ്ങളുണ്ട്. CBSE സ്റ്റേറ്റ് സിലബസിലൊക്കെയുള്ള 100-നടുത്ത് ചിന്മയ വിദ്യാലയങ്ങൾ. രണ്ടാമത്തത്, നമുക്കൊരു ഇന്റർനാഷണൽ സ്കൂള് കോയമ്പത്തൂരുണ്ട്. 100 ഏക്കറുള്ള ഒരു ക്യാമ്പസ് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്ന ചിന്മയ ഇന്റർനാഷണൽ സ്കൂള് കോയമ്പത്തൂർ ശീർവാണി. ഇന്ന് രാജ്യത്തെ CBSE സിലബസിലുള്ള റെസിഡൻഷ്യൽ സ്കൂളില് ഏറ്റവും 1ാം സ്ഥാനത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് ചിന്മയ ഇന്റർനാഷണൽ സ്കൂളാണ്. ഒരു കാലത്ത് നമ്മൾ ഊട്ടിയിലൊക്കെയുള്ള ചില മതക്കാരെ മാത്രം നടത്തിയിരുന്ന സ്കൂളിലൊക്കെയാണ് പ്രസ്റ്റീജിയസ് സ്കൂൾ അല്ലേ. കഴിഞ്ഞ 2 വർഷമായിട്ട് ചിന്മയ ഇന്റർനാഷണൽ സ്കൂളാണ് ആ നിലയിലേക്ക് ഉയർന്നിരിക്കുന്നത്. എല്ലാ നിലയും പോയി കാണേണ്ടത് തന്നെയാണ്. അതൊരു ഗുരുദേവന്റെ ആ ഒരു മിഷൻ. മറ്റൊന്ന് ഹരിഹർ സ്കൂളുകളാണ്. ഹരിഹർ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊന്നും അതിൻ്റെ ആവശ്യമില്ല. പൊതുവിദ്യാഭ്യാസം വളരെ വ്യാപകമായുണ്ട്. മറ്റ് സ്റ്റേറ്റുകൾ, ഇപ്പോൾ ഹിമാചൽ പ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, ഇവിടെയൊക്കെ വ്യാപകമാണ് ഈ ഹരിഹർ സ്കൂളുകൾ. അതായത് ഇന്നും ഇപ്പൊ ഹിമാലയത്തിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടുന്ന് കുട്ടികൾ പലപ്പോഴും സ്കൂളിലൊന്നും പോകാറില്ല. ഈ ടൂറിസ്റ്റുകളെയും തീർത്ഥാടകരെയും ലഗേജ് എടുക്കാനും കഴുതപ്പുറത്തൊക്കെ പോവില്ലേ. അപ്പോൾ അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു 10ാം ക്ലാസ് വരെയൊക്കെ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുകയും കൂടെ ഒരു തൊഴിലും കൂടെ പഠിപ്പിച്ച് രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്ഥാപിച്ച സ്കൂളുകളാണ് ഹരിഹർ സ്കൂളുകൾ. ധാരാളം വിദ്യാലയങ്ങൾ നമുക്ക് ഇങ്ങനെയുണ്ട്. അവിടെയൊക്കെ 100 കണക്കിന് കുട്ടികളെ നമ്മളിങ്ങനെ ഈ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് നമ്മൾ പഠിപ്പിച്ച് തൊഴിൽ പഠിപ്പിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, തികച്ചും സൗജന്യമായിട്ട്. ഇതാണ് ഹരിഹർ സ്കൂളുകൾ. ഇനി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കേരളത്തിലുള്ള ഏക ഡീംഡ് യൂണിവേഴ്സിറ്റി ചിന്മയ വിശ്വവിദ്യാപീഠം ഇന്ന് ചിന്മയ മിഷന് 2016 ആരംഭിച്ച ഇതിന് സ്വന്തമായി ആസ്ഥാനം ഒരു 70 ഏക്കർ സ്ഥലമൊക്കെ പിറവത്തിനടുത്ത് എറണാകുളം ജില്ലയിൽ വാങ്ങിച്ച് അതിന്റെ പണി ഏകദേശം ഒരു 75% പണിയൊക്കെ പൂർത്തീകരിച്ച് ഹോസ്റ്റലൊക്കെ മിക്കവാറും ഒരു 4-5 മാസം കൊണ്ട് അതിന്റെ ഇനാഗ്രേഷനൊക്കെ നടക്കും. അവിടെ ബിരുദാനന്തര കോഴ്സുകൾ, ബിടെക്കുകൾ, BEd,
ഈ വർഷം മുതൽ BTech കോഴ്സും ആരംഭിക്കുകയാണ്. അങ്ങനെ അതായത് ഒരു അക്കാഡമിക് കാര്യം മാത്രമല്ല അവിടെയുള്ളത്, അതോടൊപ്പം തന്നെ മറ്റുള്ള നമ്മുടെ അത് പറയുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു വാചകം അതിൻ്റെ പരസ്യത്തിൻ്റെ അടിയിൽ എഴുതി വെക്കാറുണ്ട്, സ്കൂൾ വിത്ത് എ ഡിഫറൻസ് എന്നാണ് എഴുതുന്നത്. മറ്റു വിദ്യാലയത്തിൽ ഇല്ലാത്ത എന്തോ ചിന്മയ വിദ്യാലയത്തിൽ കൊടുക്കുന്നുണ്ട്. എന്താ മറ്റുള്ള എല്ലായിടത്തും കൊടുക്കുന്നത്? ഇപ്പൊ റിസൾട്ട് തീർച്ചയായിട്ടും ചിന്മയ വിദ്യാലയങ്ങൾ അക്കാഡമിക് കാര്യത്തില് രാജ്യത്തെ തന്നെ 10 സ്കൂളുകളിൽ എടുത്താൽ അതിൻ്റെ അകത്ത് 3 ഇപ്പൊ ചിന്മയ വിദ്യാലയമാണ് സാധാരണ സ്കൂളുകളിൽ പോലും. അപ്പൊ അക്കാഡമിക് തലത്തിൽ നമ്മളെല്ലാം നല്ല എക്സ്പ്ലെയിൻ തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ സ്കൂളിലത്തെ ഡിഫറൻസ് എന്താണ്? അവിടെ കൊടുക്കാത്ത എന്തോ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിൽ പൊതുവെ നടപ്പാക്കിയിരുന്ന ചിന്മയ വിഷൻ പ്രോഗ്രാം CVP എന്ന് പറയും. ഇതാണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി. അതായത് 2 വിധത്തിലുള്ള വിദ്യാഭ്യാസം അതിൻ്റെ അകത്തുള്ളത്. ഒന്ന് വാല്യൂ എഡ്യൂക്കേഷൻ, 2 വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സിലബസ്, ഓരോ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും എല്ലാ ക്ലാസ്സിലെയും. ഇതിനു മുമ്പ് ഗാർഡൻ ഓഫ് ലൈഫ് എന്ന പേരിൽ ഒരു ടെക്സ്റ്റ് ബുക്കാണ് എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നത്. അപ്പോൾ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ അത് എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും ടെസ്റ്റ്. ഇപ്പോൾ 2 വർഷമായിട്ട് അത് മാറി, 2-3 വർഷമായിട്ട് ലൈഫ് ആൻഡ് ആരാധന എന്നാണ് ഇപ്പോഴത്തെ ടെസ്റ്റിന്റെ പേര്. അത് ഓക്സ്ഫോർഡാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ചിന്മയ മിഷൻ പ്രസിദ്ധീകരിച്ച ചിന്മയ വിദ്യാലയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് ഏകദേശം 7000-ലധികം വിദ്യാലയങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഗുജറാത്ത്, ഗോവ, ഇവിടെയൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ അപ്രൂവ് ചെയ്തിട്ട് അവിടുത്തെ സ്കൂളുകൾ എല്ലാം ഇതാണ് പഠിപ്പിക്കുന്നത്. വിഷൻ സ്കൂളുകളിൽ ചിന്മയ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷൻ സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ എന്ത് ടെക്സ്റ്റ് ബുക്കായിട്ട്, കാരണം ഓക്സ്ഫോർഡാണ് വിതരണാവകാശമൊക്കെ. അപ്പൊ നമുക്ക് ആർക്കും അവൈലബിൾ മാർക്കറ്റിൽ കിട്ടും ഈ സാധനം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ CVP ആണ് ഇതിൻ്റെ അകത്തോടെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ 7 മേഖലയുള്ള സമഗ്ര വികസനമാണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഒരു വ്യക്തിയുടെ ഫിസിക്കലായിട്ട് ഡെവലപ്മെന്റിൽ അവന്റെ യോഗ ഉണ്ടാവും, ആഹാര രീതികൾ, പേഴ്സണൽ ഹൈജീൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള അതിനുള്ള സ്റ്റോറീസ് ഉണ്ടാവും, അതിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ 1ാം ക്ലാസ്സിലും തൊട്ട് 10ാം ക്ലാസ് വരെ ഓരോ ക്ലാസ്സിലും ലൈഫ് ആൻഡ് ആരാധന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ 7 പോയിന്റും ഉണ്ട്. അപ്പൊ ആദ്യം ഫിസിക്കൽ ഡെവലപ്മെന്റ്. മെന്റൽ ഡെവലപ്മെന്റ്, അവന്റെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന കഥകള്, അല്ലേ? സ്നേഹം, ദയ, കാരുണ്യം. അപ്പൊ വൈകാരികമായ കുറെ കാര്യങ്ങൾ ഇന്നത്തെ കുട്ടികളൊക്കെ പെരുമാറ്റമൊക്കെ കണ്ട നമുക്ക് തന്നെ കഷ്ടം തോന്നും, അല്ലേ? അപ്പൊ ഈ ഒരു നല്ല ഗുണങ്ങളൊക്കെ അവന്റെ അതുപോലെ വൈകാരിക പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണവന് അതിനുള്ള സ്റ്റോറീസും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഈ ഇമോഷണൽ മെന്റൽ ഡെവലപ്മെന്റിലുണ്ടാകും. ഓരോ പ്രായത്തിനുമനുസരിച്ച് അതിനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. 3ാമത്തത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. നമ്മളൊക്കെ സ്ഥൂല ബുദ്ധി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്നു, അല്ലേ? അതിനു വേണ്ടിയുള്ള പല പല കാര്യങ്ങൾ പഠിപ്പിക്കും. പക്ഷേ സൂക്ഷ്മ ബുദ്ധിയും കൂടെ വേണം നമുക്ക്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ. അതിനുള്ള കളികള്, ഗെയിംസ്, കഥകള്, ഇതൊക്കെ അടങ്ങിയ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. 4ാമത് സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആണ്. ഈ മതപഠനം എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറും എന്താ പറയുക, നമ്മുടെ മാത്രം പഠിച്ചാൽ പോരാ, മറ്റുള്ളതിനെ കുറിച്ചും കുറെ പഠിക്കണം, അല്ലേ? അപ്പൊ നമുക്ക് എല്ലാത്തിനെയും സ്നേഹിക്കാനോ ആദരിക്കാനോ ഒക്കെ പറ്റുള്ളൂ. നമ്മള് തന്നെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നമ്മള്? അതുകൊണ്ട് സ്പിരിച്വൽ ഡെവലപ്മെന്റ് കേവലം നമ്മുടെ അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, അതിന്റെ കുറെ ആശയങ്ങളും കൂടെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ സാധിക്കണം. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുക. അപ്പൊ ഈ 4 ഫിസിക്കൽ, ഇന്റലക്ച്വൽ, മെന്റൽ, സ്പിരിച്വൽ, ഇതിനെ 4നെയും കൂടെ കൂട്ടി നമ്മൾ ഒറ്റ പേരിൽ പറഞ്ഞാൽ ഇന്റഗ്രേറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറയും. ഒരു വ്യക്തിയുടെ സമഗ്ര വികസനം. ഇത് 4 കൂടെ. 5ാമത് ഇന്ത്യൻ കൾച്ചർ. നമ്മുടെ ഡൈവേഴ്സിറ്റി ആണ്, അല്ലേ? അതിന്റെ സൗന്ദര്യം നോക്കൂ. ഒരു ഫെസ്റ്റിവലിനെ നമ്മൾ എത്ര പേരില്ല ഒരു സ്റ്റേറ്റില, രാജ്യത്ത്. ഇപ്പൊ നവരാത്രി കേരളത്തിൽ 9 ദിവസം. അത് കേരളത്തിൽ തന്നെ ഓരോ തമിഴ് കൾച്ചറുള്ളടത്ത് വേറെ രൂപത്തിൽ, ചിലർ ഇത് തന്നെ ബൊമ്മക്കൊലു വെക്കും, ചിലര് വലിയ വലിയ ആഘോഷങ്ങളാവും, ചിലര് വേറെ രൂപത്തിലായിരിക്കും, ബംഗാളിൽ വേറെ രൂപത്തിലാണ്, അല്ലേ? ഓരോ സ്ഥലത്തും ഓരോന്നിലാണ്. അപ്പൊ ഓരോ ഫെസ്റ്റിവലിനും വ്യത്യാസമുണ്ട്. ദീപാവലി, അങ്ങനെ ഓരോന്നും. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഇന്ത്യൻ കൾച്ചർ ആ വൈവിധ്യമാണ്. അത് അതിന്റെ സ്റ്റോറി അതിന്റെ പിന്നിലുള്ള. ഇപ്പൊ ശിവരാത്രി തന്നെ, ശിവരാത്രിയുടെ പിന്നില് എത്ര സ്റ്റോറി ഉണ്ട് ശിവരാത്രിയെ കുറിച്ച് നമുക്കറിയാവുന്നത്? നമ്മൾ പൊതുവെ പറയുന്നത് കാളകൂട വേഷത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പൊ പൊതുവെ 5 സ്റ്റോറിയാണ് ശിവരാത്രിക്ക് സാധാരണഗതിയിലുള്ള 5 കഥ അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ സ്റ്റോറി ഈ ബുക്കിലുണ്ട്.
അപ്പൊ കുട്ടികളായിരിക്കുമ്പോഴേ തന്നെ ഓരോ ആഘോഷത്തിന്റെയും പിന്നിൽ, കാരണം ഓരോ കഥയാണ് ഇത് നമ്മുടെ ബന്ധപ്പെടുന്നുണ്ട് പുരാണ ഇതിഹാസങ്ങളുമായിട്ട് അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കുകയാണ്. ഇപ്പൊ ഓണത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ തെറ്റിദ്ധാരണ ചവിട്ടിത്താത്തലൊക്കെ മാറ്റിയിട്ട് അത് ശരിയായ രൂപത്തിൽ പഠിപ്പിച്ചാൽ കുഴപ്പമില്ല. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ കൾച്ചറിൽ ഉൾപ്പെടുത്തുന്നത്. മറ്റൊന്ന് പാട്രിയോട്ടിസം, ആറാമത്. നമ്മുടെ പാട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ ജനുവരി 15-ാം തീയതിയും ജനുവരി 26-ാം തീയതിയും ഓഗസ്റ്റ് 15-ാം തീയതി മാത്രമേ ഉള്ളൂ അല്ലേ. അന്ന് സ്കൂളിൽ പോയി, അതുപോലെ കമ്പൽസറി കുറച്ച് മിഠായിയും കൊടുക്കും, ഒരു പതാക ഉയർത്തി അതിൽ 2 പ്രസംഗിക്കും, തീർന്നു പരിപാടി. അത് മതിയോ? 365 ദിവസവും 24 മണിക്കൂറും ഒരു വികാരമായിട്ട് നമുക്ക് ഉണ്ടാവണം അല്ലേ. നിർഭാഗ്യവശാല് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ചില കുടുംബത്തിലുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, നമ്മുടെ പുതിയ തലമുറ. വീർ സവർക്കറുടെ ആ ഒരു ത്യാഗത്തെ കുറിച്ച് ഈവൻ മഹാരാഷ്ട്രയിലുള്ള ആൾക്കാർക്ക് പോലും എത്ര പേർക്കറിയാം? അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ആ സെല്ലുലാർ ജയിലിൽ കിടന്ന് എത്രയോ വർഷങ്ങൾ, 10-12 വർഷം ആ സെല്ലുലാർ ജയിലിൽ കിടന്ന് സ്വന്തം സഹോദരൻ അടുത്ത ജയിലിൽ കിടന്നത്, അടുത്ത സെല്ലിൽ കിടന്ന പോലും അറിയാതെ കിടന്നത് അല്ലേ. അവരൊക്കെ ത്യാഗങ്ങള് എത്ര പേരെ കുറിച്ച് നമ്മൾ അറിയാതെ പോകുന്നുണ്ട് അല്ലേ. സുഭാഷ് ചന്ദ്രബോസിന്റെ, അതുപോലെ ഓരോരോ നേതാക്കന്മാര്. ഇപ്പൊ പാട്രിയോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെടണം. ഞങ്ങൾ ഈ കോഴിക്കോട് സിനിമാ വിദ്യാലയത്തിന്റെ ജൂബിലി വർഷമായിരുന്നു ഈ കോവിഡ് കാലത്ത്, 50-ാം വർഷം. അപ്പൊ ഞങ്ങളൊരു പണി ചെയ്തു. ആ സമയത്ത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി വെച്ചു. അത് കോവിഡ് കാലവും കൂടി ആയിരുന്നു. അപ്പം ഓൺലൈനായിട്ട് ഓരോ ദിവസവും ഓരോ സ്വാതന്ത്ര്യ സമര സേനാനിയെ പരിചയപ്പെടുത്തുക. അങ്ങനെ 365 ദിവസവും നമ്മൾ ഓരോ പുതിയ ആൾക്കാരെ. വലിയൊരു അത്ഭുതമായിരുന്നു. എന്റെ സമാപനത്തിനൊക്കെ ഗവർണറൊക്കെ വന്ന് ശരിക്കും പറഞ്ഞാല്, കാരണം ഇങ്ങനെ ഒരു പരിപാടി, അതായത് ഒരു പുതിയ പരിപാടിയായിരുന്നു അല്ലേ. കുറെ ആൾക്കാരെ, നമുക്ക് പോലും അറിയില്ലാത്ത കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു. അവർ ചെയ്ത സേവനങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചെയ്ത അവരെ ജീവത്യാഗത്തിനെ കുറിച്ചൊക്കെ പുതിയ തലമുറയിലേക്ക് നമ്മളതൊരു ബുക്ക് പോലെയൊക്കെ ആക്കുന്നുണ്ട്. അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ. അങ്ങനെയാണ് അത് തയ്യാറാക്കിയത്. അപ്പൊ അതൊക്കെ പരിചയപ്പെടുത്തിക്കൂടെ പാട്രിയോട്ടിസം. 7-ാമത് യൂണിവേഴ്സൽ ഔട്ട്ലുക്ക്. നമ്മുടെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചൊല്ലിയാൽ മാത്രം പോരെ. ഇവിടെ മനുഷ്യന് മാത്രം ജീവിച്ചാൽ പോരല്ലേ, പക്ഷികളും മൃഗങ്ങളും എല്ലാം വേണം. ഇപ്പൊ കേരളത്തിലൊക്കെ ട്രെൻഡ് എന്താണ്? ഓരോ ആനയും കുതിരയും ഒക്കെ കാട്ടുപോത്തും ഒക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വെടിവെച്ച് കൊല്ലണം എന്നാ പറയുന്നത്. അവരുടെ ആവാസ കേന്ദ്രം നമ്മൾ കയറി കീഴടക്കിയിട്ട് അവരെ കൊല്ലണം അല്ലേ. നമ്മൾ മാത്രം ജീവിച്ചാൽ മതി എന്ന് ചിന്ത വന്നാലോ? നേരത്തെ പറഞ്ഞില്ലേ, വന്യമൃഗ സംരക്ഷണ നിയമം ആരാ ഉണ്ടാക്കിയത്? അവരല്ല. ഓരോ പക്ഷി മൃഗവും ഓരോ ഇരയും ഇണയുമാണ് അല്ലേ. നമുക്ക് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അത് നശിച്ചു പോയാൽ അതിന്റെ പ്രശ്നങ്ങൾ പ്രകൃതിയിലുണ്ടാവും, സാംക്രമിക രോഗങ്ങളുണ്ടാവും, പല പ്രശ്നം ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം. അപ്പൊ ലോകാസമസ്താസുഖം എല്ലാവരെയും ഇവിടെ ആദരിക്കാനും സ്നേഹിക്കാനും ആ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മൾ പഠിപ്പിക്കണം. അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം, സ്റ്റോറീസൊക്കെ സഹിതം കുട്ടികളിലേക്ക് എത്തിക്കണം നമ്മൾ. അതാണ് യൂണിവേഴ്സൽ ഔട്ട്ലുക്ക്. നമ്മൾ ഈ വർഷം ജി ഉച്ചകോടി ഭാരതത്തിൽ നടന്നു അല്ലേ. എന്താ അതിന്റെ മുദ്രാവാക്യം? ഏതാനും മാസമായുള്ളൂ. വസുദൈവ കുടുംബം. നമ്മുടെ മഹാ ഉപനിഷത്തിലുള്ള ഒരു മന്ത്രമാണത്. അപ്പോ ഇതിനെക്കുറിച്ചൊക്കെ അതാണ്. അപ്പൊ 7 പോയിന്റ് ആയില്ലേ. ഈ 7 പോയിന്റിനെ കൂടെ ചേർത്താണ് CBP നമ്മൾ തയ്യാറാക്കുന്നത്. ഇതാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ എല്ലാ ക്ലാസ്സിലും ഈ 7 പോയിന്റ് ഉണ്ടാവും. ലൈഫ് ആൻഡ് ആരാധന പറഞ്ഞ ഈ ബുക്ക് ശരിക്കും പറഞ്ഞാല് ബാല്യവിഹാർ എടുക്കുന്നവരൊക്കെ ഈ ടെക്സ്റ്റ് ബുക്ക് മേടിച്ചു വെച്ചാൽ വളരെ ഉപകാരം ക്ലാസ് എടുക്കാൻ കുട്ടികൾക്ക്. നമ്മുടെ CCMT കിട്ടും ഈ ബുക്ക്, അല്ലെങ്കിൽ ഓക്സ്ഫോർഡാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ ടീച്ചേഴ്സിനുള്ള ഗൈഡൻസ് ബുക്ക് പോലും ഉണ്ട്. അപ്പൊ നമുക്കിത് വെച്ച് നമുക്ക് ഇന്നത്തെ കുട്ടികൾക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ്. നല്ലൊരു ടീമാണ് റിസർച്ച് വിങ് തന്നെ നമുക്കുണ്ട് എഡ്യൂക്കേഷനിൽ. അവരാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ടീച്ചർമാർക്ക് എല്ലാ വർഷവും ഇതിന് ട്രെയിനിങ് കൊടുക്കും, പുതുതായിട്ട് എടുക്കുന്ന ടീച്ചർമാർക്കൊക്കെ. കാരണം എന്താണ്? ഇത് വാല്യൂ ടീച്ചർ മാത്രമേ ഇത് പഠിപ്പിക്കുന്നുള്ളൂ, പക്ഷെ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൂടെയുണ്ട്. ഓരോ സബ്ജക്റ്റിലും ഓരോ ലാംഗ്വേജിലും നമ്മളിത് പഠിപ്പിക്കും. അതാണ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ വാല്യൂസ് കൂടി പഠിപ്പിക്കണം അല്ലേ. അപ്പൊ അങ്ങനെയാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് ഇതാണ് സ്കൂൾ വിത്ത് എ ഡിഫറൻസ്. അറിയോ? പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.